വെറ്റിനറി മെഡിസിൻ MBBS പോലെ തന്നെ ഹൈ ഡിമാൻഡഡ് കോഴ്സ് ആണ് വെറ്റിനറിക്കുള്ളത്. ഇന്ത്യയിൽ 5000 സീറ്റ്സ് മാത്രമാണ് ഈ ഒരു കോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്. കേരളത്തിലാണെങ്കിൽ 3 കോളേജും. ഇന്ത്യയിൽ പ്രൈവറ്റ് ആയി പഠിക്കാൻ 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് ഫീസ് വരുന്നത്. നീറ്റ് സ്കോർ കുറഞ്ഞു പോയി എന്നതുകൊണ്ട് ഈ ഒരു ഡ്രീം ഡ്രോപ്പ് ചെയ്യേണ്ടതില്ല. വർഷം 2.5 ലക്ഷം രൂപ മാത്രം വരുന്ന രീതിയിൽ മോൾഡോവയിൽ പഠിക്കാം. യൂറോപ്യൻ യൂണിയനിൽ അപ്ലൈഡ് ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇറാസ്മസ് സ്കോളർഷിപ്പ് ഇവിടെ അവൈലബിൾ ആണ്. 6 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന മാസ്റ്റേഴ്സ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം കൂടിയാണിത്. കേരള മെസ്സും കേരള ഹോസ്റ്റലും ബ്രൈറ്റ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനായി പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ബ്രൈറ്റ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ്. യെസ്, ടുഡേ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ബയോളജി തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ +1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ലിവിംഗ് വേൾഡ് കഴിഞ്ഞ് ബോട്ടണി സെഷൻ വരുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ ആണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് നമ്മൾ നീറ്റ് എക്സാമിന്റെ ഒരു മാർക്കിംഗ് സ്കീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. 2 to 6 ക്വസ്റ്റ്യൻസ് എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കും. സോ ഇത് നീറ്റ് എക്സാമിന്റെ ഒരു വെയിറ്റേജിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ചാപ്റ്റർ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നോക്കാം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്. അതിൽ പ്ലാന്റ്സ്, അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പിന്നെ പ്ലാന്റ്സിന്റെ ഫംഗസിന്റെ കേസുകൾ കുറെ പഠിക്കാനുണ്ട്, ആൽഗെ, ടെറിഡോഫൈറ്റ്സ്, ബ്രിയോഫൈറ്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ഓരോന്നിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് അരിസ്റ്റോട്ടിലിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ആരാണ് അരിസ്റ്റോട്ടിൽ എന്നുള്ളൊരു സംഭവം, അദ്ദേഹം എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു ബയോളജി എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ പഠിച്ചു വരുന്നത്, അതായത് +1 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യമാണ് ഈ അരിസ്റ്റോട്ടിലിനെ കുറിച്ച്, അല്ലെ, ഫാദർ ഓഫ് സുവോളജി ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ ഇദ്ദേഹം ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് ടു മോർ സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, അതായത് ആദ്യം തന്നെ കുറെ അധികം സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഓർഗാനിസത്തിന്റെ ക്ലാസിഫിക്കേഷൻസ് ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റും കൂടിയാണ്, ഒരു ബയോളജിസ്റ്റും കൂടിയാണ് അദ്ദേഹം അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ സോ ഏർലിയസ്റ്റ് ടു അറ്റംപ്റ്റ് എ മോർ സയന്റിഫിക് ബേസിസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസത്തിന്റെ ഏറ്റവും നേരത്തെ തന്നെ സയന്റിഫിക് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ്, അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ഫാദർ ഓഫ് സുവോളജിയും കൂടിയാണ്. ഓക്കെ, ഫാദർ ഓഫ് സുവോളജിയാണ്, ഫാദർ ഓഫ് സുവോളജിയും കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ്. അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ മക്കളെ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ അരിസ്റ്റോട്ടലിനെ കുറിച്ച്? വേറെ എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആരും ഒന്നും മിണ്ടണില്ലല്ലോ. അരിസ്റ്റോട്ടലിനെ കേട്ടിട്ടുണ്ടോ മക്കളെ? യെസ്, റെസ്പോൺസ് പോരട്ടെ. ബയോളജി ഇഷ്ടല്ലേ ആർക്കും? യെസ് ഓർ നോ? റെസ്പോണ്ട് ചെയ്യൂ മക്കളെ. ബയോളജി ഇഷ്ടാണോ? യെസ് ഓർ നോ? യെസ്, ഇഷ്ടാണോ ബയോളജി? ആരൊന്നും പറയുന്നില്ലല്ലോ. യെസ്, ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്യൂ കേട്ടോ മക്കളെ. ചാറ്റ് ബോക്സിൽ ഇടാം, അത് അല്ലാതെ തന്നെ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ, ഒന്ന് പറയൂ കേട്ടോ. ഓക്കെ, ഇഷ്ടമാണ്. ഓക്കെ, ഇതുപോലെ പറഞ്ഞ ഇന്ററാക്ഷൻസ് നമുക്ക് കുറെ അധികം ഈസി ആയിട്ട് പോകും. ഓക്കെ,
ഓക്കെ, അപ്പൊ നമ്മുടെ അരിസ്റ്റോട്ടലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫാദർ ഓഫ് ബയോളജി ആണ്. ദെൻ ഇങ്ങനെ എന്താ പറയാ, അരിസ്റ്റോട്ടൽ വാസ് ഏർലിയസ്റ്റ് അറ്റംപ്റ്റ് മോർ സയന്റിഫിക് ബേസിസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം പിന്നെ ഒരു കാര്യം കൂടി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? പ്ലാന്റ്സിനെയാണ് അദ്ദേഹം ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് നോക്കിയാൽ പ്ലാന്റ്സ് ഇൻടു എന്തൊക്കെയായിട്ടാണ്? ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. അതേപോലെ തന്നെ അനിമൽസിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് എന്നത് ഈ 2 ടൈപ്സ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം അരിസ്റ്റോട്ടലിന്റെ കേസുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇതിൽ ഈച്ച് ആൻഡ് എവറി ലൈൻസ് നന്നായിട്ട് നോക്കി വെക്കണം. ദീസ് ആർ ഓൾ ഇൻ NCERT ടെക്സ്റ്റ്. ഒക്കെ NCERT ഉള്ളത് തന്നെയാണ്. ഇത് കഴിയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? NCERT റീഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ഏരിയ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് നിൽക്കും. ഓക്കെ, അപ്പൊ അരിസ്റ്റോട്ടൽ ക്ലാസിഫൈ ചെയ്തു ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ്. അതുപോലെ തന്നെ അനിമൽസിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, റെഡ് ബ്ലഡ് ആൻഡ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ കേസിൽ നോക്കിയാൽ റെഡ് ബ്ലഡ് സെൽ RBC. അപ്പൊ മാമൽസിനുണ്ട്. മാമൽസ് എക്സാമ്പിൾ ആണ് ലിസാർഡ്, ബേർഡ്സ്, ഫിഷസ്. ദീസ് ആർ ഓൾ ദ എക്സാമ്പിൾസ് റെഡ് ബ്ലഡ്സ്. ഇനി അടുത്തത് നോക്കിയാൽ നോ റെഡ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ കുറച്ച് കേസസ് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് ബോഡി അല്ലെ, ഹാർഡ് ബോഡി ഉള്ള ആൾക്കാർ ആരാ? ഇൻസെക്ട്സ് ആണ് ഹാർഡ് ബോഡി ഉള്ള ആൾക്കാര്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോഡിയുടെ ഓർഗാനിസംസ് ആണ് അല്ലെ, നമ്മുടെ ഷെൽ ഫിഷ്. അതുപോലെ തന്നെ നമ്മുടെ ഷെല്ല് പ്രസന്റ് ആയിട്ടുള്ളതാണ് ഷെൽ ഫിഷസ്. ദെൻ ഷെല്ല് ഇല്ലാത്ത ടൈപ്സ് ഓഫ് ഫിഷസ്. ഇതൊക്കെയാണ് സോഫ്റ്റ് ബോഡി. നമുക്കറിയാം നമ്മുടെ നോർമൽ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെ, ചാളന്നൊക്കെ പറയുന്ന മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ദാറ്റ് ഈസ് അതിലൊന്നില്ല, ഷെല്ലില്ല. അപ്പൊ ഷെല്ലുള്ള ഓർഗാനിസംസ്, സ്നെയിലൊക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ഷെല്ലുള്ള ഓർഗാനിസംസ് ആണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അരിസ്റ്റോട്ടല് ഇതുപോലെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നോക്കിയേ, നമ്മള് ജസ്റ്റ് അതൊന്ന് എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ പ്ലാന്റ്സ്, ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കിങ്ഡം പ്ലാന്റ് ബേസ്ഡ് ഓൺ ദ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ ബേസിസിലാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ പ്ലാന്റ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മുടെ 2 കിങ്ഡം നമ്മുടെ അരിസ്റ്റോട്ടൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു ജസ്റ്റ് പ്ലാന്റ്സിന്റെ മോർഫോളജിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ജസ്റ്റ് കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ ബാക്ടീരിയനെയും ഫംഗൈനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? മീൻസ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ അത്രത്തോളം എഫക്റ്റീവ് ആയില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ലിനയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ 5 കിങ്ഡം കൊണ്ടുവന്നിട്ടുള്ള സയന്റിസ്റ്റിനെ അറിയാമോ മക്കളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അറിയാം, അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു വരുന്നതാ. അപ്പൊ 5 കിങ്ഡം എന്ന് ഓർമ്മയില്ലെങ്കിൽ യെസ്, RH വിറ്റാക്കർ ആണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. RH വിറ്റാക്കർ ആണ് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ലിനേസ് പറയണത്, എന്താണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ RH വിറ്റാക്കർ പറയണത്, ഏത് ഇയറിലാണ് പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെ അവരുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ, ഡ്രോബാക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കരോളസ് ലിനേസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലിനേസിന്റെ ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കണ്ടോ നോക്കിയേ, ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ലിനേസ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ലിനേസ് ആണ്. ദിസ് സിസ്റ്റം ക്ലാസിഫൈസ്, എങ്ങനെയാണ് ഇദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് 2 കിങ്ഡം ആണ് അല്ലെ. 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2 കിങ്ഡം ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓർഗാനിസത്തിനെ 2 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒരെണ്ണം പ്ലാന്റ്, നെക്സ്റ്റ് വൺ ഈസ് അനിമേലിയ. അപ്പൊ കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ, അങ്ങനെ 2 ആയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതാണ് 2 കിങ്ഡം. പക്ഷെ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കുണ്ടായിരുന്നു? കുറെ അധികം എന്താ പറയാ, പ്രോകാരിയോട്സിനെയും അതുപോലെ തന്നെ ബാക്ടീരിയ, യൂകാരിയോട്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എന്തിലേക്ക് ഉൾക്കൊള്ളിച്ചു? ദാറ്റ് ഈസ് കമണ്ടർ പ്ലാന്റ്സിലേക്കാണ് ഇതിനെ എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുള്ളത്? ഇൻക്ലൂഡ് ചെയ്യിച്ചത്. അപ്പോ ഇതില് കുറെ അനിമൽസ് സെൽവാൾ ഉള്ളതുണ്ട്, സെൽവാൾ ഇല്ലാത്തതുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, അങ്ങനെ കുറെ അധികം നമുക്കറിയാം കുറെ അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, പേൺസും അതുപോലെ
എന്താ പറയാ അനിമൽസിന്റെ കേസിൽ അവർ അനിമൽസ് ആണോ പ്ലാന്റ്സ് ആണോ എന്ന് അറിയാത്ത ആ ഒരു കാലഘട്ടത്ത് അവരിനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേ ആർ കമാൻഡർ. അദ്ദേഹം ചെയ്തത് എങ്ങനെയാണ്, ക്ലാസിഫൈ ചെയ്യുമ്പോൾ എല്ലാവരുടെയും എവിടേക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരിനെ എല്ലാവരുടെയും പ്ലാന്റ്സിന്റെ ഒരു ഗ്രൂപ്പിലേക്കാണ് അവരിനെ എല്ലാം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീടും അതേപോലെ യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും, അതായത് ക്ലമഡോമോണസ്, സ്പൈറോഗൈറ, ഇവരിനെയൊക്കെ എന്ത് ചെയ്തു, ആൽഗയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹെട്രോട്രോപ്പിക് ഫംഗസും അതുപോലെ തന്നെ ഓട്ടോട്രോപ്പിക് ഗ്രീൻ പ്ലാന്റ്സ്, അവരിലൊന്നും എന്തുണ്ടായിരുന്നില്ല, ഒരു ഡിഫറൻസ് കൊണ്ടുവന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇദ്ദേഹം എന്ത് ചെയ്തില്ല, നോട്ട് ഡിസ്റ്റിങ്ക്വിഷ്. എന്ത് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തില്ല, രണ്ട് കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, രണ്ടല്ല 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ യൂണിസെല്ലുലാറിനെയും മൾട്ടി സെല്ലുലാറിനെയും എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പ്രോകാരിയോട്സും യൂകാരിയോട്സ് ഒക്കെ ഒരുമിച്ചായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. പ്രോകാരിയോട്സ് എന്താണ്, യൂകാരിയോട്സ് എന്താണെന്ന് അറിയോ മക്കളെ? യെസ് ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഹെട്രോട്രോപ്പിക് ഫംഗസ് അല്ലെ, ഓട്ടോട്രോപ്പിക് ഗ്രീൻ പ്ലാന്റ്സ്, ഇവരിനെയൊക്കെ എന്താ ചെയ്തത്, അതായത് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഡ്രോബാക്സ് ആണ്. അപ്പൊ ഇതെല്ലാം പ്ലാന്റ്സിലും അനിമൽസിലും ജസ്റ്റ് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനൊന്നും ഒരു ഇപ്പൊ സെൽവാൾ ഉള്ള ഓർഗാനിസംസും ഇല്ലാത്ത ഓർഗാനിസം ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതൊക്കെ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു, ഒരു ഡ്രോബാക്സ് ആണ്. അപ്പൊ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കി അദ്ദേഹം പറഞ്ഞെന്താ, ഡ്രോബാക്സും കൂടി ഇതിലുണ്ട്. പ്രോകാരിയോട്സ്, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ അല്ലെ, ഇവരൊക്കെ ബാക്ടീരിയൽ വർഗത്തിൽപ്പെട്ട ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ ആൻഡ് യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ വരുന്ന ആൾക്കാരാണ് ഫംഗൈ, മോസസ്, ഫേൺസ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് അല്ലെ. ഈ ആൾക്കാരൊക്കെ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, വേർ ഇൻക്ലൂഡഡ് അണ്ടർ പ്ലാന്റ്സ്. പ്ലാന്റ്സിലാണ് ഇവരിനെല്ലാം വെച്ചിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് സെൽ വാൾ. ഇവർക്കൊക്കെ എന്തുണ്ട്, സെൽ വാൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം എന്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു, പ്ലാന്റ്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊക്കെ എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് ആൻഡ് എവറി ലൈൻ നന്നായിട്ട് വായിക്കണം. ജസ്റ്റ് ഒരു വേർഡ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുക. സോ ആ വേർഡ് ബൈ വേർഡ് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഇനി ബട്ട് ദേ വർ വൈഡ്ലി ഡിഫേർഡ് ഇൻ ചോദിച്ചോളൂ. മിസ് സ്ക്രീൻ പ്രസന്റ് ചെയ്യുന്നുണ്ടോ? അതെ, കാണുന്നില്ലേ? ഞങ്ങള് കാണുന്നില്ല. കാണാൻ പറ്റുന്നില്ല, ആർക്കും കാണുന്നില്ല? കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല മിസ്സേ. അതെയാ, ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ മക്കളെ? യെസ് മാം, ഇപ്പൊ ഇപ്പൊ ഓക്കെയാണ് മിസ്സേ. കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത്ര നേരം ഒന്നും കണ്ടില്ല? ഇല്ല മാം, ഒന്നും കണ്ടില്ല. ഒന്നും കണ്ടില്ല. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണ്ടേ? ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിലാ പോകുന്നത്. അപ്പൊ ഓക്കെ, നോക്കിക്കോ. ഫസ്റ്റ് സ്ലൈഡ് ഇതായിരുന്നു നമ്മുടെ, ജസ്റ്റ് അരിസ്റ്റോട്ടലിന്റെ കാര്യങ്ങൾ ഇതായിരുന്നു. ഓക്കെ, നോട്ട്സ് തരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ അരിസ്റ്റോട്ടലിന്റെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സ്ലൈഡ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്തോ. ഓക്കെ ഓക്കെ മാം. യെസ്. ദെൻ ദിസ് വൺ, ഇത് ഞാൻ എഴുതിയതാ, നിങ്ങൾ കണ്ടില്ല. ഓക്കെ, ഇപ്പൊ ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോകാരിയോട്സ് ഇപ്പൊ ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് മാം, ഓക്കെ. യെസ് ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോകാരിയോട്സ്, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ, യു ബാക്ടീരിയ, അതുപോലെ തന്നെ അതിൽ വരുന്ന നമ്മുടെ ബാക്ടീരിയം, സൈനോ ബാക്ടീരിയം, അതുപോലെ തന്നെ യൂകാരിയോട്സിൽ വരുന്ന ഫംഗസ്, മോസ്, ഫേൺസ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇതെല്ലാം എവിടെ ഇൻക്ലൂഡ് ചെയ്തിച്ചു എന്നാ പറഞ്ഞ നമ്മള് പ്ലാന്റ്സിലാണ്. എന്തിന്റെ ബേസിസിലാണ് ഇദ്ദേഹം ഇവരിനെയൊക്കെ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊക്കെ എന്തുണ്ടായിരുന്നു, സെൽവാൾ ഉണ്ട് എന്നുള്ളൊരു ഫീച്ചർ കൊണ്ടാണ് ഇവരിനെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാന്റ്സിന്റെ ഒരു ഗ്രൂപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇറ്റ് ഇൻക്ലൂഡഡ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിനെ ഒരേ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ യൂണിസെല്ലുലാർ ആണ്, മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സെപ്പറേഷൻസ് കൊണ്ടുവന്നില്ല. ഞാൻ ഇതാണ് എഴുതിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ, മൾട്ടി സെല്ലുലാർ എന്നുള്ളൊരു കാറ്റഗറി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല,
സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് എക്സാമ്പിള് ക്ലമഡോമോണസ്, പൈറോഗൈറ, ഇവരിനെ എല്ലാവരുടെയും എവിടേക്ക് കൊണ്ടുവന്നു? കാണുന്നുണ്ടോ? സ്ക്രീൻ കാണാമോ മക്കളെ? കാണാം. അവിടെ ആരോ സ്പീക്കർ ഓൺ ചെയ്തിരിക്കാൻ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഓഫ് ചെയ്താൽ സൗകര്യമായിരിക്കും. യെസ്, ആരോ ഒരാള് സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. മക്കളെ ഒന്ന് ഓഫ് ചെയ്യാവോ? ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ. യെസ്, നോക്കൂ. ഇനി ഹെട്രോ കേൾക്കുന്നില്ല. അതെ അതെ, അദ്ദേഹത്തിന്റെ പേരെന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് രുചിത എന്നാണ് കാണിക്കുന്നത്. രുചിത. യെസ്, രുചിത ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേ മോളെ. രുചിത മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. യെസ്, ഓക്കെ. Then it is not differentiated between heterotrophic fungi. Heterotrophic fungiയും അതുപോലെ തന്നെ ഓട്ടോട്രോപിക് ഗ്രീൻ പ്ലാന്റ്സിനെയും എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കാര്യം നമുക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫംഗൈ ഹാവ് എ കൈറ്റിനസ് സെൽ വാൾ. അപ്പൊ ഫംഗസിന്റെ സെൽ വാള് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയണം അതിൽ കൈറ്റിൻ തന്നിട്ടുണ്ടാവും, സെല്ലുലോസ് തന്നിട്ടുണ്ടാവും, പോളിസാക്കറൈഡ്സ് തന്നിട്ടുണ്ടാവും. അപ്പൊ നന്നായിട്ട് മൈൻഡിൽ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തോളൂ. ഫംഗൈ എന്ന് പറയുന്നതിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൈറ്റിൻ കൊണ്ടാണ്. സോ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഒരു പോയിന്റ് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. ദെൻ വൈൽ ദ ഗ്രീൻ പ്ലാന്റ്സിന്റെ ആണെങ്കിൽ സെല്ലുലോസിക് സെൽ വാൾ ആണ്. ഗ്രീൻ പ്ലാന്റ്സിനാണ് സെല്ലുലോസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ഫംഗസിന് കൈറ്റിൻ കൊണ്ടാണ് അവരുടെ സെൽ വാൾ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ അത് റിപ്പീറ്റഡ് ആണ്, എപ്പോഴും ചോദിക്കും കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക്, അപ്പൊ ഇദ്ദേഹത്തിന് ഇത്രയും ഡ്രോബാക്സ് വന്നപ്പോൾ എന്ത് ചെയ്തു? ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അക്സെപ്റ്റബിൾ അല്ല. സോ അത് എന്ത് ചെയ്തു? അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര് വന്നു? RH വിറ്റാക്കർ വന്നു. RH വിറ്റാക്കർ 1969 ഇത് നമ്മുടെ NCERT തന്നിട്ടുള്ളത് കൊണ്ട് അത് നന്നായിട്ടൊന്ന് സ്പെസിഫൈ ചെയ്ത് പഠിച്ചു പോകണം. ഓക്കെ. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആരാ? RH വിറ്റാക്കർ 1969. ഇവിടെ ഇയറും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിക്കാം. ഇതിലേക്ക് ഇദ്ദേഹം എന്താ ചെയ്തത്? ഇത് ഇൻക്ലൂഡ്സ് ആരൊക്കെയായിരുന്നു? 5 കിങ്ഡം എന്ന് പറഞ്ഞാൽ തന്നെ 5 കിങ്ഡംസ് ആണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആരൊക്കെയാ? മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമാലിയ. അപ്പൊ ഇത്രയും ഈ ഒരു 5 കിങ്ഡംസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എന്തിന്റെ ബേസിസിലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സെല്ലിന്റെ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രിഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു പ്രോകാരിയോട്സിനെയും യൂകാരിയോട്സിനെയും ഒരുമിച്ച് കൂട്ടി വെച്ചു. ആരാ? നമ്മുടെ ലിനിയസ് 2 കിങ്ഡത്തിൽ അങ്ങനെ ചെയ്തു. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു? സെല്ലിന്റെ സ്ട്രക്ചറിന്റെ ബേസിസിൽ പ്രോകാരിയോട്സ് ആണോ യൂകാരിയോട്സ് ആണോ നോക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിവൈഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് നമ്മുടെ ബുക്കിൽ താലസ് ഓർഗനൈസേഷൻ ആണ്. താലസ് എന്ന് പറഞ്ഞാൽ ബോഡിന്റെ ഓർഗനൈസേഷൻ ആണ്. യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ എന്നുള്ളതാണ് നമ്മൾ ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ താലസ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത നോക്കിയാൽ മോഡ് ഓഫ് ന്യൂട്രിഷൻ. ന്യൂട്രിഷൻ എങ്ങനെയാണ്? ഓട്ടോട്രോപിക് ന്യൂട്രിഷൻ ആണോ ഹെട്രോട്രോപിക് ന്യൂട്രിഷൻ ആണോ? അതിന്റെ ബേസിസിൽ. ദെൻ റീപ്രൊഡക്ഷൻ. ദെൻ അടുത്തത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിന്റെ എവല്യൂഷൻ, അത് ഉണ്ടായി വന്നിട്ടുള്ള ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ബേസിസിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ 5 കിങ്ഡത്തിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാ മക്കളെ 5 കിങ്ഡം എന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്ത്? ഏതൊക്കെ 5 കിങ്ഡം? പ്രൊട്ടിസ്റ്റ, മൊണീറ, പ്രൊട്ടിസ്റ്റ, ഓക്കെ. വെരി ഗുഡ്. നിങ്ങൾ എന്താ പറയാ, സ്ക്രീൻ കാണുന്നില്ലെങ്കിലോ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഇമീഡിയറ്റ്ലി ഇൻഫോം ചെയ്യണം കേട്ടോല്ലോ. ഓക്കെ. ഓക്കെ മാം. ഓക്കെ.
ശരി. അപ്പൊ ഇങ്ങനെ 5 കിങ്ഡംസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിസിലാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ NCERT വെരി വെരി ഇമ്പോർട്ടന്റ് ദിസ് ഡയഗ്രാം അല്ലെ, ഈ ഒരു ഡയഗ്രാം നമ്മുടെ NCERT ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കി വെച്ചിട്ട് പോകണം മക്കളെ. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ത്രൂ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് മാച്ചിങ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു വെച്ച് പോകണം. ഓക്കെ, ഈ ഒരു ടേബിളർ കോളം ആയതുകൊണ്ട് നമുക്ക് ഈസിയാണ് പഠിക്കാൻ, പക്ഷെ അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പൊ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു പോണേ. അപ്പൊ നമ്മൾ ഇതിന്റെ കുറെ അധികം ക്യാരക്ടേഴ്സ് തന്നിട്ടുണ്ട്. ദെൻ ഓരോരോ കിങ്ഡംസ്. ആദ്യം നമ്മുടെ കിങ്ഡം മൊണീറയിൽ നോക്കാം. നോക്കിയ കിങ്ഡം മൊണീറ മാത്രമാണ് ഇവിടെ എന്താ പ്രൊകാരിയോട്ടിക് പറഞ്ഞിട്ടുള്ളത്. ബാക്കി പ്രൊട്ടിസ്റ്റ ആണെങ്കിലും ഫംഗൈ ആണെങ്കിലും പ്ലാന്റി ആണെങ്കിലും അനിമലി ആണെങ്കിലും ദർ ആൾ യൂകാരിയോട്ടിക് ആണ്. അപ്പൊ അവരുടെ സെല്ലിന്റെ ടൈപ്പ് എടുത്ത് നോക്കുമ്പോൾ ആര് മാത്രം മൊണീറ മാത്രമേ ഉള്ളൂ പ്രൊകാരിയോട്ടിക് എന്ന് പറയുന്നത്. ബാക്കി പ്രൊട്ടിസ്റ്റയും ഫംഗയും പ്ലാന്റി അനിമലി ഒക്കെ എന്താ യൂകാരിയോട്സ് ആണ്. ഇനി അടുത്തത് നമ്മുടെ മൊണീറയുടെ സെൽ വാൾ നോക്കിയ നോൺ സെല്ലുലോസിക് ആണ് അല്ലെ, സെല്ലുലോസ് ഇല്ല. അതുപോലെ തന്നെ പോളിസാക്കറൈഡ്സ് ഉണ്ടെങ്കിൽ തന്നെ, നോൺ സെല്ലുലോസിക് ഉണ്ടെങ്കിൽ തന്നെ മേ ബി പോളിസാക്കറൈഡ്സ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റയില് പ്രസന്റ് ഇൻ സം, ചിലതിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ സെല്ലുലോസ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സെൽ വാൾ ഉണ്ടാവുള്ളൂ. പ്രൊട്ടിസ്റ്റ ചില കാറ്റഗറിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് പഠിക്കാനൊന്നുമില്ല, എക്സാമ്പിൾസ് ഒന്നും നമ്മൾ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല, ചിലതിലുണ്ട് എന്ന് മാത്രം നമ്മളിപ്പോ അറിഞ്ഞു വെച്ചാൽ മതി. ദെൻ ഫംഗസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ് ആണ് ഉണ്ടാവുക. സെൽ വാള് ഫംഗസിന്റെ കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്സ്. അപ്പൊ എപ്പോഴും ഓപ്ഷനിൽ പോളിസാക്കറൈഡ്സ് വരണമെന്നില്ല. പോളിസാക്കറൈഡ്സ് അല്ല പൊതുവെ കൊടുക്കുന്നത്, എപ്പോഴും കൈറ്റിൻ ആണ് കൊടുക്കുന്നത് ഫംഗസിന്റെ. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല ഫംഗസിന് കൈറ്റിൻ ഉണ്ടോ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. സോ ഇപ്പൊ തന്നെ അത് മനസ്സിലാക്കി പഠിക്കുക, ഫംഗസിന്റെ സെൽ വാള് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആണെന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാന്റ്സിലാണെങ്കിൽ സെല്ലുലോസ് ആണ്, അനിമൽസിൽ സെൽ വാള് ആബ്സെന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ മൊണീറയിൽ മാത്രമാണ് എന്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസന്റ് ആണ്. ഇനി ബോഡി ഓർഗനൈസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മൊണീറയ്ക്കും പ്രൊട്ടിസ്റ്റയ്ക്കും ബോഡി സെല്ലുലാർ ആണ്. ബാക്കി ഫംഗസിന്റെ കേസ് എടുത്ത് നോക്കിയാൽ മൾട്ടി സെല്ലുലാർ ആണ്, ലൂസ് ടിഷ്യൂ ആണ്. മൾട്ടി സെല്ലുലാർ ആണ്, കുറെ സെൽസ് ഉണ്ടെങ്കിൽ പോലും ലൂസ് ആയിട്ടുള്ള ടിഷ്യൂ ഫോം ചെയ്യും. ചെറിയ രീതിയിലുള്ള ടിഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലൂസ് ടിഷ്യൂ ആയിരിക്കും. ദെൻ പ്ലാന്റ്സിന് ടിഷ്യൂസ് അല്ലെങ്കിൽ ചില പ്ലാന്റ്സിന് ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുണ്ടാവും, അത് ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗൻ ആയിട്ട് മാറും. ചിലതിലാണെങ്കിൽ ജസ്റ്റ് ടിഷ്യൂസ് ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യും. ദെൻ അനിമൽസിലാണെങ്കിൽ ടിഷ്യൂ ആൻഡ് ഓർഗൻ സിസ്റ്റം അല്ലെ, അനിമൽസിൽ ഓർഗൻ സിസ്റ്റം വരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈവൻ അനിമൽ കിങ്ഡത്തിലൊക്കെ കുറെ അധികം പഠിച്ചിട്ടുണ്ടാവും അല്ലെ. യെസ്. ദെൻ അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിക്കേ, ഓട്ടോട്രോപിക് ആണ്. മൊണീറ ഓട്ടോട്രോപിക് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, അതുപോലെ തന്നെ കീമോസിന്തറ്റിക് ആണ്, ദെൻ ആൾസോ ഹെട്രോട്രോപിക് ആണ്, സാപ്രോഫൈറ്റ് ആണ്, പാരസൈറ്റ്സ് ആണ്. അപ്പൊ ഇത്രയും സംഭവങ്ങളുണ്ട് നമ്മുടെ മൊണീറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ. ഓട്ടോട്രോപിക് ആണ്, ഓട്ടോട്രോപിക് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അല്ലെ, സെൽഫായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതിന് ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ചിട്ട്. കീമോസിന്തറ്റിക് അല്ലെങ്കിൽ ഹെട്രോട്രോപ് മറ്റൊന്നിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് ആയിട്ട്, അല്ലെങ്കിൽ പാരസൈറ്റ്സ് അല്ലെ ഡെഡ് ആൻഡ് ഡീക്കേനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിലോ പാരസൈറ്റ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഫുഡ് എടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രൊട്ടിസ്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ ഓട്ടോട്രോപിക്. ക്ലിയർ ആണോ മക്കളെ? ഓട്ടോട്രോപിക് കിട്ടുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓട്ടോട്രോപിക് ആണ്. ദെൻ ഫോട്ടോസിന്തറ്റിക് ഹെട്രോട്രോപിക് ആണ്. ആരാ? നമ്മുടെ പ്രൊട്ടിസ്റ്റ. ദെൻ ഫംഗസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അതും ഹെട്രോട്രോപിക് ആണ്, സാപ്രോഫൈറ്റിക് ഓർ പാരസൈറ്റിക്. ഇനി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഓട്ടോട്രോപിക് ആണെന്ന് നമുക്കറിയാം. പ്ലാന്റ്സിന്റെ കേസ് നമുക്കറിയാം ഓട്ടോട്രോപിക് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ഉപയോഗിച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യണോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസ്. അനിമൽസ് ആണെങ്കിൽ ആരിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മക്കളെ? പ്ലാന്റ്സ് അല്ല, നമ്മൾ ആരിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ്. സോ വി ആർ ഹെട്രോട്രോപിക് ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഹെട്രോട്രോപിക് ആണെങ്കിൽ പോലും നമ്മൾ എന്താ ഹോളോസോയിക് ആണ്. ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താ ലിക്വിഡ് ഫുഡ് അല്ലെ, ലിക്വിഡ് ഫുഡ് ആണ് നമ്മളുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് ഉണ്ടോ? കുറച്ച് സ്ലോ ആക്കണോ? സ്ലോ ആക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. യെസ്, ഈ ഒരു ചാർട്ട് ക്ലിയർ ആണോ മക്കളെ?
Yes, ma'am. ഹോളോസോയിക് എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ് ഫുഡ് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അല്ല, നമ്മളുടെ ബോഡിന്റെ ഉള്ളിൽ ലിക്വിഡ് ഫുഡ് ഡൈജഷൻ നടക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അത് അനിമേലിയയിൽ മാത്രമല്ലേ നടക്കുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും ഹാപ്പനിങ് അല്ലല്ലോ. യെസ്, ഇല്ല 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 ഇല്ല, അതാണ് നമ്മൾ അനിമേലിയന്റെ കുളത്തിൽ ഏറ്റവും താഴെ തന്നിട്ടുള്ളത്. ഓക്കെ മിസ്. യെസ്, ഓക്കെ. അപ്പൊ ഈ ഒരു ടേബിള് നന്നായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ക്ലിയർ? ഇതൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും മക്കളെ, ഒന്ന് ശ്രദ്ധിക്കുക. നമ്മള് വിട്ടുപോകുന്നത് ഇതൊക്കെയാണ്. ചിലപ്പോൾ പ്രസന്റ് ആബ്സെന്റ് എന്നൊക്കെ കണ്ടോ, ന്യൂക്ലിയർ മെമ്പറിന്റെ കേസ് എവിടെയെങ്കിലും ഒന്ന് ചോദിക്കും. അതുപോലെ തന്നെ സെൽ വോളിന്റെ കേസ് ഏതെങ്കിലും ഒന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് പോകണം എന്താണെന്നുള്ളത്. അപ്പൊ ഇതിന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കിങ്ഡം പ്രൊട്ടിസ്റ്റനെ എന്തിലേക്ക് ഇട്ടു? ഇദ്ദേഹം ക്ലമഡോമോണസ്, ക്ലോറല്ല ഒക്കെ എന്ത് ചെയ്തു? ആദ്യം തന്നെ ഇവർക്ക് സെൽ വാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ പ്രൊട്ടിസ്റ്റയിലേക്ക് ഇട്ടുവെച്ചു. സോ അതൊക്കെ എന്തായിരുന്നു? ഒരു നെഗറ്റീവ് മീൻസ് ഈ ഒരു സംഭവം നെഗറ്റീവ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ കേസിൽ തന്നെയാണ് സെൽ വാൾ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ കേസാണ്. അതുകൊണ്ട് വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ കേസ് കഴിഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനോടൊപ്പം തന്നെ ഒരു സയന്റിസ്റ്റ് നമ്മുടെ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാന്നറിയോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ +1 ആ ബുക്കിൽ എടുത്ത് പറയുന്നൊന്നുമില്ല അത്ര. നമ്മള് ഇപ്പോഴത്തെ ഓർമ്മയില്ലെങ്കിലും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ തന്നെ ഓർമ്മയില്ല, പിന്നെ എന്തിനാ മിസ് ചെറിയ ക്ലാസ്സിൽ ചോദിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ. ആർക്കെങ്കിലും അറിയാം മക്കളെ? യെസ്, സ്ക്രീനിൽ കണ്ടപ്പോ ഓർമ്മ വന്നു മിസ്. ആ പേര് കണ്ടപ്പോ ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ കാൾ വോസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ഇദ്ദേഹം നമ്മളുടെ 5 കിങ്ഡം ഒക്കെ ചെയ്ത പോലെ ഞങ്ങള് എന്താ പറയാ, മൊണീറ, പ്രൊട്ടിസ്റ്റ, അനിമേലിയ, പ്ലാന്റ്സ് അങ്ങനെ ഒന്നും ചെയ്തില്ല. ഇദ്ദേഹം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇത്രയേ ഉള്ളൂ, 6 കേസാണ്. അതായത് കിങ്ഡം മൊണീറ എന്നുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? ബാക്ടീരിയസിനെ സെപ്പറേറ്റ് ചെയ്തത് ഡൊമൈൻ ആയിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൊമൈൻസ് എന്നുള്ള കേസിലാണ് ഇദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ആർക്കി ബാക്ടീരിയനെ എന്ത് ചെയ്തു? ഡൊമൈൻ 1ലേക്ക് വെച്ചു. ഓക്കെ, ആർക്കി ബാക്ടീരിയനെ ഡൊമൈൻ 1ലേക്ക് വെച്ചു. ദെൻ യു ബാക്ടീരിയനെ ഡൊമൈൻ 2 എന്ന് കൺസിഡർ ചെയ്തു. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞാൽ മതി മക്കളെ. ഇത് അങ്ങോട്ട് ഡൊമൈൻ പഠിക്കണോ, ഡൊമൈൻ 1 പഠിക്കണോ, 2 പഠിക്കണോ, ഡൊമൈൻ 1ൽ എന്താ 2ൽ എന്താന്നൊന്നും അറിയണ്ട. ഞാൻ ജസ്റ്റ് 6 കിങ്ഡം പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് കാര്യമാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൊണീറിനെ 2 ഡൊമൈൻസ് ആക്കി. ഫസ്റ്റ് ഡൊമൈനിൽ ആരായിരുന്നു? ആർക്കി ബാക്ടീരിയ. ദെൻ സെക്കൻഡ് ഡൊമൈനിൽ യു ബാക്ടീരിയ. അങ്ങനെ 2 ഡൊമൈൻസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡൊമൈനിൽ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പോലെ തന്നെ പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, അനിമേലിയ ഇതെല്ലാം കൂടി എന്ത് ചെയ്തു? ഇതെല്ലാം യൂക്കാരിയോട്സ് ആണ്. ഇതിനെല്ലാം കൂടി ഒരു ഡൊമൈനിലേക്ക് ഉൾക്കൊള്ളിച്ചു. അപ്പൊ ഡൊമൈൻ 3. അപ്പൊ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മൊണീറ തന്നെ നമുക്ക് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഡൊമൈൻ 1ഉം ഡൊമൈൻ 2ഉം ആയിട്ട്, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ. ബാക്കിയുള്ള ആൾക്കാരിനെയൊക്കെ എന്ത് ഡൊമൈൻ 3യിലേക്കാണ് ഇൻക്ലൂഡ് ചെയ്യിച്ചത്. യെസ്, ക്ലിയർ? അങ്ങനെയാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ടായിട്ടുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? Yes, ma'am. യെസ്. ഇനി ഞാൻ ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് ഒരു 2 ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങോട്ട് ചോദിക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെയിം ദ സയന്റിസ്റ്റ്. കാണുന്നുണ്ടോ? കാണാം മിസ്. യെസ്. Who used? Yes. Name the scientist who used the scientific basis of classification. Scientific basis of classification for the first time. Yes, very good.
ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോ ക്ലാസ് ഓൺഗോയിങ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ കുറെ ആൾക്കാരിന് വരും ഓപ്ഷൻസ്. ബെഞ്ചമിൻ ഹുക്കർ, BH ഞാൻ എഴുതണുള്ളൂ. ദെൻ അരിസ്റ്റോട്ടിൽ വരും, അരിസ്റ്റോട്ടിൽ. ദെൻ അടുത്തത് വിച്ചാക്കാർ, RH എഴുതുന്നുള്ളൂ. ദെൻ ഡി ജസ്റ്റ് ലിനേസ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ് കഴിഞ്ഞത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ആൻസർ കിട്ടും. പക്ഷെ നമ്മൾ എക്സാമിൽ പോകുമ്പോൾ എല്ലാം നമ്മൾ കേട്ട പേരുകളാണ്. സോ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തു തന്നെ സയന്റിസ്റ്റിന്റെ പേരുകൾ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്തത് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത്? ആർക്കെങ്കിലും അറിയാവോ? പറയോ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ. plants and animals. ഞാൻ ഓപ്ഷൻസ് പറയാം. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സെൽ സ്ട്രക്ചറിന്റെ ബേസിലാണോ, സെൽ സ്ട്രക്ചറിന്റെ ബേസിലാണോ, പ്രസൻസ് ഓഫ് സെൽ വാൾ ആണോ, ടൈപ്പ് ഓഫ് സെൽ ആണോ, ബോത്ത് ബി ആൻഡ് സി ആണോ? ഏത് ഓപ്ഷനാ വരിക? ടു കിങ്ഡം ക്ലാസിഫൈ ചെയ്തത്, ടു കിങ്ഡം ക്ലാസിഫൈ ചെയ്തത് എനിവൺ? തെറ്റിയാലും കുഴപ്പമില്ല മക്കളെ, തെറ്റിയാ ഒരു പ്രശ്നമില്ല. തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റിന് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പിച്ച് ശരിയാക്കൂലോ. തെറ്റിയാലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നമ്മളിപ്പോ പഠിച്ചതല്ലേ. ഓപ്ഷൻ ഡി ആണോ? ഓപ്ഷൻ ബി പ്രസൻസ് ഓഫ് സെൽ വാൾ ആണ്. സെൽ വാളിന്റെ പ്രസൻസിന്റെ ബേസിസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. ഒരു കൺഫ്യൂഷൻ വന്നു, ടൈപ്പ് ഓഫ് സെൽ ആണോ സെൽ വാൾ ഉണ്ടോ എന്നുള്ള കേസ് വന്നു. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് ആൻസർ വരുന്നത് പ്രസൻസ് ഓഫ് സെൽ വാൾ, സെൽ വാളിന്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ത്രീ ഡൊമൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഏത് സയന്റിസ്റ്റ് ആണെന്നൊന്നും വരില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ച് കോൾബോസ് ആളുടെ പേരൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി അടുത്തത് ഫൈലോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈലോജനി റെഫേഴ്സ് ടു, അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫൈലോജനി റെഫേഴ്സ് ടു, ഫൈലോജനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈലോജനി എന്തായിരുന്നു? ഓപ്ഷൻസ് പറയാം. യെസ് വെരി ഗുഡ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ്. അതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കണേ. അത് നമ്മൾ പ്രീവിയസ്ലി വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ആളായിരുന്നു നമ്മുടെ മൊണീറ അല്ലെ. മൊണീറയില് ബാക്ടീരിയാസ് ആണുള്ളത്. അപ്പൊ നമ്മുടെ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ ആളായ മൊണീറനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തത്. അപ്പൊ മൊണീറന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മൊണീർ എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യണത്, മൊണീർ എവിടെയൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെ ടൈപ്സ് മൊണീറൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ കിങ്ഡം മൊണീറിലേക്ക് പോവാം. ഈ കിങ്ഡം ബാക്ടീരിയ ആണ് ദ മോസ്റ്റ് അബണ്ടന്റ്. കിങ്ഡം മൊണീറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്ടീരിയ ആണ് അല്ലെ. ആ ബാക്ടീരിയ വളരെ ധാരാളമുണ്ട്. മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ബാക്ടീരിയ എന്ന് പറയുന്നത്. മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ എന്ന് പറയുന്ന സംഭവം. ഇനി ഹൺഡ്രഡ്സ് ഓഫ് ബാക്ടീരിയ പ്രസന്റ് ഇൻ എ ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ. നമ്മൾ ഒരു പിടി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ തന്നെ എത്രയധികം ബാക്ടീരിയാസ് ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. പക്ഷെ അത്രയും അധികം ബാക്ടീരിയാസ് എന്താണ് കാണാനായിട്ട് പറ്റും. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത്രയും ആ ഒരു പിടി മണ്ണിൽ ഉണ്ടാവും. ഇനി ഈ ബാക്ടീരിയാസ് എല്ലാ സ്ഥലങ്ങളിലും ജീവിക്കും അല്ലെ. ഇത് എന്താ പറയാ, എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിലും ജീവിക്കും, സിമ്പിൾ ആയിട്ടുള്ള കണ്ടീഷനിലും ജീവിക്കും. ഏതൊരു സിറ്റുവേഷൻസിലാണെങ്കിലും ബാക്ടീരിയാസ് എന്ത് ചെയ്യും? അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദേ ഓൾസോ ലിവ് ഇൻ എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിലും നമ്മളത് എക്സാമ്പിൾ വരും കേട്ടോ. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡെസേർട്സിൽ ജീവിക്കാൻ പറ്റുന്ന ടൈപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. ഡെസേർട്ടിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്നോയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഡീപ്പ് ഓഷ്യൻസിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബാക്ടീരിയാസ് പാരസൈറ്റ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം ആണ്.
അതുപോലെ തന്നെ അവർ ഏതൊരു കണ്ടീഷനിൽ വേണമെങ്കിലും അവര് നല്ല രീതിയിൽ ജീവിച്ചു പോകും. അതായത് ഹോട്ട് സ്പ്രിങ്സിലാണെങ്കിലും ഡെസേർട്ടിലാണെങ്കിലും സ്നോയിലാണെങ്കിലും ഡീപ്പ് ഓഷ്യൻസിലാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ജീവിച്ചു പോകുന്നുണ്ടാവും. സോ നോക്കിയ ഇതാ ഇവിടെ ഹാൻഡ് ഫുൾ ജസ്റ്റ് ഒന്ന് ആ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാ. പിന്നെ അതുകൊണ്ടോ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസ് ആണ്. യെസ്, നോക്കാം. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ദ ഷേപ്പിന്റെ ബേസിസിൽ ബാക്ടീരിയാസിനെ 4 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? കോക്കസ് എന്ന് പറഞ്ഞ ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ബാക്ടീരിയ ആണ് കോക്കസ്. സ്പെറിക്കൽ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് അങ്ങനെ നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഷേപ്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ബേസിലസ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ. റോഡ് ഷേപ്ഡ് ആണ് ബേസിലസ് എന്ന് പറയുന്നത്. വിബ്രിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ ഷേപ്ഡ് ആണ്. വിബ്രിയം എന്ന് പറയുന്ന ബാക്ടീരിയ ഇറ്റ് ഈസ് കോമ ഷേപ്ഡ് ബാക്ടീരിയ ആണ്. സ്പൈറിലം എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഈ സ്പൈറൽ രണ്ടറ്റത്തും സ്പൈറൽസ് കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അതിന് സ്പൈറിലം എന്നുള്ള പേര് കിട്ടിയിട്ടുള്ളത്. ഇനി മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയ, ഈ ബാക്ടീരിയ എല്ലാം എന്തായിരിക്കും? ഹെട്രോട്രോപിക് ആണ്, ഹെട്രോട്രോപ്സ് ആണ്. മറ്റുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയസ് ഒക്കെ ജീവിച്ചു പോകുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ബാക്ടീരിയസ് ആർ ഹെട്രോട്രോപിക് ആണ്. അപ്പോൾ 4 ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ബാക്ടീരിയാസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കോക്കസ്, ബേസിലസ്, വിബ്രിയം, സ്പൈറിലം, അങ്ങനെ 4 ആയിട്ടാണ് അക്കോർഡിംഗ് ടു ദ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. യെസ്, ക്ലിയർ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ബാക്ടീരിയ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. ബട്ട് ദേ ആർ കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ ആൻഡ് ഷോ മെറ്റാബോളിക് ഡൈവേഴ്സിറ്റി. മക്കളെ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇത്രയേ ഉള്ളൂ, ഞാൻ അതും കൂടി പറഞ്ഞുതരാം. ബാക്ടീരിയ സ്ട്രക്ചർ ഈസ് വെരി സിമ്പിൾ ആണെന്ന് പറഞ്ഞു അല്ലെ. ബാക്ടീരിയന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ വളരെയധികം സിമ്പിൾ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ബാക്ടീരിയൽ സ്ട്രക്ചർ ഈസ് വെരി കോംപ്ലെക്സ്, അങ്ങനെയായിരിക്കും വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ കോംപ്ലെക്സ് എന്ന് ചോദിക്കും. കോംപ്ലെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്, ബാക്ടീരിയൽ സ്ട്രക്ചർ സിമ്പിൾ ആണോ കോംപ്ലെക്സ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും, ഒന്നാമത്തെ കാര്യം. പിന്നെ ബാക്ടീരിയ ഡേഞ്ചർ ആണെന്ന് നമ്മുടെ മനസ്സിലൊരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോകും ബാക്ടീരിയ ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് എന്ന് ചിന്തിച്ചു പോകും. അപ്പൊ തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കാം, ബാക്ടീരിയന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? വളരെ സിമ്പിൾ ആണ്. ബാക്ടീരിയന്റെ സ്ട്രക്ചർ സിമ്പിൾ ആണ്, പക്ഷേ ബട്ട് ദേ ആർ കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ. അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് അതിന്റെ സ്ട്രക്ചറിന്റെ സിമ്പിൾനെസ് അല്ല കാണിക്കുന്നത്. ബാക്ടീരിയ പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് കാണിക്കും അല്ലെ, പല അസുഖങ്ങൾ ഉണ്ടാക്കും, പല 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 കുറേ സംഭവങ്ങൾ ബാക്ടീരിയ കാരണം നമുക്ക് എന്താ പറയാ നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. നമ്മൾ സഫർ ചെയ്യുന്നുണ്ട് ബാക്ടീരിയാസ് കാരണം. പിന്നെ എല്ലാ സഫറിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സം ഓഫ് ദം ആർ യൂസ്ഫുൾ ആൾസോ. കുറെ ആൾക്കാർ നമുക്ക് ബെനിഫിറ്റഡ് ആണ് ബാക്ടീരിയ, ചിലത് നമുക്ക് അത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കില്ല, കുറേയൊക്കെ നമുക്ക് പ്രശ്നക്കാരികളാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, നന്നായിട്ട് തന്നെ നോട്ട് ചെയ്ത് പഠിക്കുക. ബാക്ടീരിയൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ബട്ട് ദേ ആർ കോംപ്ലെക്സ് ഇൻ ബിഹേവിയർ ആൻഡ് ഷോ മെറ്റാബോളിക് ഡൈവേഴ്സിറ്റി. അപ്പോൾ മെറ്റാബോളിക് ഡൈവേഴ്സിറ്റിക്കൊക്കെ നന്നായിട്ട് എല്ലായിടത്തും പെട്ടെന്ന് നമ്മൾ സ്പ്രെഡായി എന്തൊക്കെയാണോ വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്തോളും ഈ ബാക്ടീരിയ. പക്ഷെ കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിരുന്നു, ചെറിയൊരു സംഭവമാണ്, വളരെ മൈക്രോസ്കോപ്പിക് ആണ്. പക്ഷെ ഈ ഒരു സംഭവം അത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഇനി സം ബാക്ടീരിയാസ് ആർ ഓട്ടോട്രോപിക് ആണ്. സം ഓഫ് ദ ബാക്ടീരിയാസ് ആർ ഓട്ടോട്രോപിക് ആണ്. അതെന്താണ്? സിന്തസൈസ് ഫുഡ് ഫ്രം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് നിന്ന് എന്ത് ചെയ്യുന്ന ഫുഡ് സിന്തസൈസ് ചെയ്യും. ഇനി മെജോറിറ്റി ആണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യുന്നില്ല, ദേ ഡു നോട്ട് സിന്തസൈസ് ദ ഫുഡ് ബട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ്. അതായത് ഡെഡ് ആൻഡ് ഡീകേ സബ്സ്റ്റൻസസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിന് വേണ്ടി മറ്റു ഓർഗാനിസത്തിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ സം ബാക്ടീരിയാസ് ഓട്ടോട്രോപിക് ആണ്. ഓട്ടോട്രോപിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സം ഓഫ് ദം ആർ ഓട്ടോട്രോപിക് ആണ്. ഇനി മെജോറിറ്റി കൂടുതലായിട്ടുള്ള ബാക്ടീരിയാസും ദേ ആർ ഹെട്രോട്രോപ്സ് ആണ്. അവരൊരിക്കലും ഫുഡ് ഉണ്ടാക്കില്ല. അവരെന്ത് ചെയ്യുന്നു, മറ്റ് ഡെഡ് ആൻഡ് ഡീകേ സബ്സ്റ്റൻസസിനെയാണ് എന്തിനു വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? ഗംഗ? യെസ്, ക്ലിയർ ആണ്. യെസ്, ക്ലിയർ ആണ്. ഓക്കെ.
നെക്സ്റ്റ് നോക്കിക്കോ, കിങ്ഡം മൊണീറന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. നെക്സ്റ്റ് കിങ്ഡം മൊണീറ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയാസ് ഉണ്ട്, ആർക്കി ബാക്ടീരിയ ഉണ്ട്, യു ബാക്ടീരിയ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കും, ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവരുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അത് അവരെവിടെയൊക്കെ ജീവിക്കുക എന്നുള്ള കാര്യങ്ങൾ ഓരോരുത്തരിനായിട്ട് നമുക്കിനി പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ ബാക്ടീരിയ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇവിടെ. ആർക്കി ബാക്ടീരിയ, പിന്നെ ഒന്ന് എന്താ ആർക്കി ബാക്ടീരിയം, അതുപോലെ തന്നെ യു ബാക്ടീരിയ. ബാക്ടീരിയ ആർക്കി, യു ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയയിൽ വരുന്ന ആളാണ് ഹാലോഫിൽസ്, തെർമോഅസിഡോഫിൽസ്, മെത്തനോജൻസ്. ഹാലോഫിൽസ്, തെർമോഅസിഡോഫിൽസ്, മെത്തനോജൻസ്. അങ്ങനെ 3 ആൾക്കാരായിട്ടാണ് ഉള്ളത്, ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആരാ? ആർക്കി ബാക്ടീരിയ. ഈ ഹാലോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കാണുന്നതാ? സലൈൻ കണ്ടീഷൻസ്. ഓക്കെ, ഉപ്പൊക്കെ ഉള്ള ഭാഗങ്ങളിൽ സലൈൻ കണ്ടീഷൻസിൽ കാണുന്നതാണ് ഹാലോഫിൽസ് എന്ന് പറയുന്നത്. ഇനി തെർമോ അസിഡിക് ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ആൻഡ് ആസിഡ് കണ്ടീഷനിലൊക്കെ ജീവിക്കുന്ന, അസിഡിക് കണ്ടീഷനിലൊക്കെ ജീവിക്കുന്ന ഒരു തരത്തിലുള്ള ബാക്ടീരിയ ആണ് തെർമോ അസിഡോഫിൽസ് എന്ന് പറയുന്നത്. ഹാലോഫിൽസ്, തെർമോ അസിഡോഫിൽസ്. ഹാലോഫിൽസ് എന്ന് പറയുന്നത് സലൈൻ കണ്ടീഷനിൽ ജീവിക്കുന്നു. തെർമോ അസിഡോഫിൽസ് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലും അസിഡിറ്റി കൂടുതലാണെങ്കിലും അവർക്ക് യാതൊരു പ്രശ്നമില്ല, അവര് സുഖമായിട്ട് ജീവിച്ചു പോകും. അങ്ങനെയുള്ള ആൾക്കാരാണ് തെർമോ അസിഡോഫിൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മെത്തനോജൻസ്. മെത്തനോജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? ഗട്ട് ഓഫ് ദ ആനിമൽസ് അല്ലെ. ഗട്ട് ഓഫ് ആനിമൽസില് ആണ് ഈ മെത്തനോജൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ മെത്തനോജൻസിൽ നിന്ന് നമുക്ക് മീത്തേൻ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഉണ്ടാക്കാം അല്ലെ. കൗഡങ്ങിൽ നിന്ന് മീത്തേൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഗോബർ ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്, അത് നമ്മൾ പഠിക്കും ഇനി മെത്തനോജൻസ്. അപ്പൊ ഈ 3 ടൈപ്സ് ഓഫ് ബാക്ടീരിയാസും കൂടി ഉണ്ട്. ആർക്കി ബാക്ടീരിയയിൽ വരുന്ന ആൾക്കാരാണ് ഹാലോഫിൽസ്, തെർമോ അസിഡോഫിൽസ്, മെത്തനോജൻസ്. ക്ലിയർ? യെസ്, യെസ്. ഓക്കെ, ദെൻ അടുത്തത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞ ആളുടെ പേരെന്താണ്? ലിബ. Yes, ma'am. Liba. Yes, okay, ലിബ. നെക്സ്റ്റ് വൺ ഈസ് യു ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ കഴിഞ്ഞു, ദെൻ യു ബാക്ടീരിയ. യു ബാക്ടീരിയയിൽ നമുക്കറിയാം ഓട്ടോട്രോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്സ് ഉണ്ട്. ഓട്ടോട്രോപ്സിൽ 2 ആൾക്കാരാണ്, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സും കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും. ഓട്ടോട്രോപ്സിൽ ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ആരാണ്? ഹെറ്ററോട്രോപ്സ് അല്ലെ. ഹെറ്ററോട്രോപ്സിൽ വരുന്നതാണ് സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, ഹോളോസോയിക് ഉണ്ട്. സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക്, ഹോളോസോയിക്, ഇത്രയും ആൾക്കാരാണ് വരുന്നത്. ഫോട്ടോസിന്തറ്റിക്, കീമോസിന്തറ്റിക്, പാരസൈറ്റിക്, അതുപോലെ തന്നെ ഹോളോസോയിക് ബാക്ടീരിയാസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെയും എക്സ്പ്ലനേഷൻസ്, നമുക്ക് ഇവർ എന്താണ്, ഹാലോഫിൽസ് എവിടെയാണ്, എന്തൊക്കെ ഹാലോഫിൽസിന്റെ ഫംഗ്ഷൻ, ഹാലോഫിൽസ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ചെറിയ ലൈൻസ് ആയിട്ട് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോ ആർക്കി ബാക്ടീരിയ നമ്മൾ പറഞ്ഞു. ഹാലോഫിൽസ് ദേ ലിവ് ഇൻ ഹാർഷ് ഹാബിറ്റാറ്റ്സ്, അതായത് ഹാർഷ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലാണ് ഈ ഒരു ഹാലോഫിൽസ് ഉണ്ടാവുക. അതായത് എക്സ്ട്രീം സാൾട്ട് കണ്ടീഷൻസ്, എക്സ്ട്രീം സാൾട്ട് ഉള്ള റീജിയനിലാണ് ഹാലോഫിൽസ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്സ്, തെർമോ അസിഡോഫിൽസ് എന്താണ് ഞാൻ പറഞ്ഞു, ദേ ആർ ലിവ് ഇൻ ഹോട്ട് സ്പ്രിംഗ്. അതുപോലെ തന്നെ മെത്തനോജൻസ് മാർഷി ഏരിയാസിലാണ് മെത്തനോജൻസ് ഉണ്ടാവുന്നത്. ആ മെത്തനോജൻസ് ഉത്പാദിപ്പിക്കുന്നത് ഗട്ട് ഓഫ് ആനിമൽസിൽ നിന്നാണ്. പിന്നെ ഈ കൗഡങ്ങിലൂടെയാണ് മാർഷി ഏരിയാസിൽ ഇവരെ കാണാൻ പറ്റുന്നത്. അവർക്ക് മീത്തേൻ എന്നുള്ള ഒരു ഗ്യാസ് ഉത്പാദിപ്പിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ട്. ഓക്കെ, ഇനി അപ്പൊ ഹാർഷ് ആൻഡ് ഹാബിറ്റാറ്റ്സിൽ എക്സ്ട്രീം സോൾട്ട് ഏരിയാസ് ജീവിക്കുന്നതാണ് ഹാലോഫിൽസ്. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നതാണെങ്കിൽ തെർമോ അസിഡോഫിൽസ്, ആൻഡ് മാർഷി ഏരിയാസിൽ ജീവിക്കുന്നതാണെങ്കിൽ മെത്തനോജൻസ്. ഇനി നെക്സ്റ്റ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ ഹാവ് എ ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. അപ്പോ ആർക്കി ബാക്ടീരിയക്ക് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ വാൾ സ്ട്രക്ചർ ആണ് ഉള്ളത് ഫോർ ദെയർ സർവൈവൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ വാൾ പ്രസന്റ് ആയിട്ടുള്ള ബാക്ടീരിയ അവിടെ തരും. ആർക്കി ബാക്ടീരിയ തരും, അതുപോലെ തന്നെ യു ബാക്ടീരിയ തരും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ആർക്കി ബാക്ടീരിയ തരും, യു ബാക്ടീരിയ തരും, മൈക്രോപ്ലാസം തരും. അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പ്രോട്ടിസ്റ്റ് ചിലപ്പോൾ തരാം. അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ അപ്പൊ കൺഫ്യൂഷൻ അടിക്കണ്ട.
ആർക്കി ബാക്ടീരിയയിലേക്ക് മാത്രമാണ്. ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ മനസ്സിൽ കുറിച്ച് വെച്ചോ, എത്ര വല്ല സിറ്റുവേഷൻസ്, എങ്ങനെ ഹാർഷ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും സോൾട്ടിലും ആസിഡിലും ഏതിലും ജീവിക്കാൻ പറ്റുന്നതാണ് ആർക്കി ബാക്ടീരിയ. സോ ആർക്കി ബാക്ടീരിയ അങ്ങനെ ജീവിക്കണമെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ട് എന്ത് വേണം, ഒരു സെൽ വാൾ സ്ട്രക്ചർ വേണം അല്ലെ. എന്നാൽ മാത്രമേ അതിന് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ആർക്കി ബാക്ടീരിയക്കാണ് ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ഉള്ളത് ഫോർ ദെയർ സർവൈവൽ ഇൻ എക്സ്ട്രീം കണ്ടീഷൻസ്. എക്സ്ട്രീം കണ്ടീഷനിൽ പോലും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഡിഫറെന്റ് സെൽ വാൾ സ്ട്രക്ചർ ഉണ്ട് ഫോർ ദെയർ സർവൈവൽ. ഇനി മെത്തനോജൻസ് ആർ പ്രസന്റ് ഇൻ ഗട്ട്സ് ഓഫ് റുമിനന്റ് അനിമൽസ്. എന്താ റുമിനന്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോളെ ലിബ? റുമിനന്റ് അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗവ്, ഗോട്ട് അങ്ങനെയുള്ള ഗ്രേസിംഗ് ആനിമൽസ്. അതെ, ഗ്രേസിംഗ് അനിമൽസ്, ഇങ്ങനെ അയവർത്തുകൊണ്ടേയിരിക്കുന്ന അനിമൽസ് ആണ്. ഇങ്ങനെ നമ്മൾ ചുയിങ്കം ഒക്കെ ചവച്ചുകൊണ്ടിരിക്കുന്നത് പോലെ. അപ്പൊ നമ്മള് റുമിനന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷെ അവരെന്താണ് ഫുൾ ടൈം ഇങ്ങനെ ചാച്ചുകൊണ്ടേയിരിക്കും. സോ ദേ ആർ റുമിനന്റ് അനിമൽസ്. ഗട്ട് ഓഫ് റുമിനന്റ് അനിമൽസ്, കൗസ്, ബഫലോസ് എക്സെട്ര, ഇവരൊക്കെയാണ്. ഇവരിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഞാൻ ഓൾറെഡി പറഞ്ഞു, മീറ്റെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബയോഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രം ദ ഡങ് ഓഫ് ദീസ് ആനിമൽസ്, ഇവരുടെ ഡങ്ങിൽ നിന്ന് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ലൈഡ് ഓക്കെ അല്ലേ? നോക്കിയേ, ഹാലോഫിൽസിന്റെ പിക്ചർ ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഹാലോഫിൽസ് എങ്ങനെയാ കാണുക എന്നുള്ളത്, തെർമോ അസിഡോഫിൽസ് എങ്ങനെയാ ഉള്ളത് എന്നുള്ളത് നോക്കിയേ. തെർമോ അസിഡോഫിൽസിന്റെ കേസ് ഇത് അവിടെ തന്നിട്ടുണ്ട്. മെത്തനോജൻസ് ഇതുപോലെയാണ് ഉണ്ടാവുക. മെത്തനോജൻസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് ദി അനിമൽസ്. ഗട്ട് ഓഫ് ദി അനിമൽസിലാണ് കാണുന്നത്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് പിക്ചറോ അങ്ങനെയൊന്നും വേണ്ട, പക്ഷെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു 3 പോയിന്റ്സും നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് മെത്തനോജൻസ് അല്ലെങ്കിൽ മീഥേൻ ഗ്യാസ് ഉത്പാദിപ്പിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ബാക്ടീരിയയിൽ നിന്നാണ് എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഈ 3 പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നോക്കി വെച്ചോ. യെസ്, നെക്സ്റ്റ് വൺ ഈസ് കിങ്ഡം മൊണീറ യു ബാക്ടീരിയ അല്ലെ. യു ആർക്കി കഴിഞ്ഞു. നമ്മുടെ അടുത്ത ബാക്ടീരിയ ആണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ കാണുമ്പോൾ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള സംഭവമാണ് കാണുന്നത് അല്ലെ. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് കളർഫുൾ ആയിട്ടും പഠിക്കാനുണ്ട്. യു ബാക്ടീരിയക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിനെന്ത് വിളിക്കുന്നു അറിയോ? ട്രൂ ബാക്ടീരിയ എന്നാണ് പറയാം. യു ബാക്ടീരിയ ഈസ് കോൾഡ് ആസ് ട്രൂ ബാക്ടീരിയ എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൗസൻഡ്സ് ഓഫ് ഡിഫറെന്റ് യു ബാക്ടീരിയാസ് നമുക്ക് കാണാൻ പറ്റും. കുറേ അധികം ഇഷ്ടം പോലെ യു ബാക്ടീരിയാസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മെയിൻ ആയിട്ടുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവിങ് എ റിജിഡ് സെൽ വാൾ. ഓക്കെ, യു ബാക്ടീരിയക്ക് അല്ലെങ്കിൽ ട്രൂ ബാക്ടീരിയ എന്ന് പറയാൻ തന്നെ അവർക്ക് എന്താണ്, ഭയങ്കര റിജിഡ് ആയിട്ടുള്ള സെൽ വാള് പ്രസന്റ് ആണ്. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് എന്തും കൂടി പ്രസന്റ് ആണ്, ഫ്ലജല്ല അല്ലെ. ഫ്ലജല്ല പ്രസന്റ് ആണ്. ഇഫ് മോട്ടൈൽ, അവർ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലജല്ലയാണ്. ഫ്ലജല്ല നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇതൊരു ഓർഗാനിസം ആണെങ്കിൽ അവരുടെ ബോഡിയിൽ ഇതുപോലെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ഈ ഫ്ലജല്ലന്റെ സഹായത്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൂവ്മെന്റ് ഈസ് പോസിബിൾ. ഓക്കെ, അപ്പൊ ട്രൂ ബാക്ടീരിയ എനിക്ക് എന്താണ്, റിജിഡ് സെൽ വാൾ ഉണ്ട്, ഫ്ലജല്ല പ്രസന്റ് ആയിരിക്കും. ഇഫ് മോട്ടൈൽ, അവർക്ക് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്, ഫ്ലജല്ലയുടെ ഹെൽപ്പോട് കൂടി മാത്രമേ മൂവ്മെന്റ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഓട്ടോട്രോപ്സ് തന്നെയാണ്. ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ കീമോസിന്തറ്റിക്കും കൂടിയാണ് ഇവര്. ഫോട്ടോ ആൻഡ് ഹെട്രോട്രോപ്സ് ആണ് ഇവര്. ഫോട്ടോസിന്തറ്റിക്, കീമോസിന്തറ്റിക് ആൻഡ് ആൾസോ ദേ ആർ ഹെട്രോട്രോപ്സ് ആണ്. യെസ്, യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ ആണ്. റിജിഡ് സെൽ വാൾ ഉണ്ട്, ഫ്ലജല്ലം പ്രസന്റ് ആണ്. ഇഫ് മോട്ടൈൽ ആണെങ്കിൽ ഫ്ലജല്ലം പ്രസന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ദേ ആർ ഓട്ടോട്രോപ്സ് ആണ്. ഫോട്ടോസിന്തറ്റിക്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സും കൂടിയാണ് ഇവര്. യെസ്, ക്ലിയർ? ക്ലിയർ മാം. യെസ്, Yeah, ma'am. യെസ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് യു ബാക്ടീരിയ തന്നെയാണ് അടുത്തത്. ഒരു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കീമോസിന്തറ്റിക് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾ ആണ് സൈനോ ബാക്ടീരിയ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സൈനോ ബാക്ടീരിയ. എന്തിന്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഇതിൽ കുറെ പേരുകൾ പഠിക്കും, കുറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ ബാക്ടീരിയാസും ഓട്ടോട്രോപ്സും കീമോട്രോപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് പഠിച്ചു പോവുക. യു ബാക്ടീരിയക്ക്
ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്പിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സൈനോബാക്ടീരിയ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഇതിൽ ഈ സൈനോബാക്ടീരിയന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദേ ഹാവ് എ ക്ലോറോഫിൽ എ. നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്ന പോലെ തന്നെ, ഗ്രീൻ പ്ലാന്റ്സിൽ എന്താണ് ക്ലോറോഫിൽ എ ഉണ്ട് അല്ലെ, ഗ്രീൻ പ്ലാന്റ്സിൽ കാണുന്ന പോലെ തന്നെയാണ് ഇവർക്കും എന്തുണ്ട്, ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ഈ സൈനോബാക്ടീരിയന്റെ വേറെ കുറെ ഫീച്ചേഴ്സും കൂടി നമുക്ക് നോക്കാം. ദേ ആർ യൂണിസെല്ലുലാർ ആണ്. ഓക്കെ, യൂണിസെല്ലുലാർ ആണ്, ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ദെൻ അതുപോലെ തന്നെ കോളോണിയൽ ആണ്, കോളനീസ് ആണ്, അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ടും കാണാൻ പറ്റും, അല്ലെങ്കിൽ മറൈൻ ആണ്, ഓർ ടെറസ്ട്രിയൽ ആൽഗെ. അപ്പൊ ഇവരെങ്ങനെയൊക്കെയാണ്, യൂണിസെല്ലുലാർ ആണ്, കൊളോണിയൽ ആണ്, കോളനി ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ട് കാണാം, മറൈൻ ആണ്, ഓർ ടെറസ്ട്രിയൽ ആൽഗെ. ഈ ടെറസ്ട്രിയൽ ആയിട്ടും കാണാം, അല്ലെങ്കിൽ മറൈനിൽ ആയിട്ടും വെള്ളത്തിൽ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇവരിനെ കാണാനായിട്ട് പറ്റും. ഇനി കോളനി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളനീസിന് സറൗണ്ട് ചെയ്തിട്ട് ഒരു ജലാറ്റിനസ് സബ്സ്റ്റൻസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ജലാറ്റിനസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോളനി ആയിട്ട് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫിലമെന്റസ് ആയിട്ട് കാണുന്നുണ്ട്, മറൈൻ ഓർ ടെറസ്ട്രിയൽ ആയിട്ട് കാണും. അത് മാത്രമല്ല, ഇവരെങ്ങനെയാണ് കോളനി ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ കോളനിക്ക്, ഇപ്പൊ ഇത് ഒരു കോളനി ആയിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിക്കുക, ഈ കോളനിക്ക് ഒരു എന്തുണ്ട്, ഒരു ജലാറ്റിനസ് ഷീറ്റ് ഉണ്ട്, ഒരു അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഒരു ജലാറ്റിനസ് ഷീറ്റും കൂടി പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം, ജലാറ്റിനസ് ഷീറ്റ് പ്രസന്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ബാക്ടീരിയ ഈസ് ഏതാണ്, സൈനോ ബാക്ടീരിയ ആണ്, ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ്. ഓക്കെ, ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നും കൂടി സൈനോ ബാക്ടീരിയന് പറയും. സോ ജലാറ്റിനസ് പ്രസന്റ് ആയിട്ടുള്ളത് ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ദേ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ആ ബ്ലൂംസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വീണ്ടും പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ടഡ് വാട്ടറിൽ ബ്ലൂംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, സം ഓഫ് ദം ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കാൾഡ് ഹെട്രോസിസ്റ്റ്. ഇവരുടെ ബോഡിയിലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. കണ്ടോ, നോക്കിയേ, ദിസ് വൺ ഈസ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ്. എൻസിആർടിയിൽ ഈ ഒരു ഡയഗ്രാം വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഒരു നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഫിലമെന്റസ് ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ് ഈ നോസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്തുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹെട്രോസിസ്റ്റ്. ഈ ഹെട്രോസിസ്റ്റ് ആണ് എന്തിന് സഹായിക്കണം നോക്കിയേ, സ്പെഷ്യലൈസ്ഡ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത് ഹെട്രോസിസ്റ്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് നോസ്റ്റോക്ക്, അനബീന ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് നോസ്റ്റോക്കിന്റെ ഒരു പിക്ചർ. കണ്ടോ, ഇതുപോലെയായിരിക്കും നോസ്റ്റോക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അനബീന, ഇതൊക്കെ അനബീനയുടെ നോസ്റ്റോക്കിന്റെ ഒക്കെ പിക്ചേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഹെട്രോസിസ്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു പിക്ചർ വെച്ചിട്ട്. ഈ ഹെട്രോസിസ്റ്റ് ആണ് നമ്മുടെ നൈട്രജൻ ഫിക്സിങ്ങിന് വളരെ അധികം സഹായിക്കുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. ഓക്കെ, ഇനി അപ്പൊ ക്ലോറോഫിൽ എന്റെ കേസ് പറഞ്ഞു, സൈനോബാക്ടീരിയ ഓർ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറഞ്ഞു, യൂണിസെല്ലുലാർ, കൊളോണിയൽ, ഫിലമെന്റസ്, മറൈൻ ടെറസ്ട്രിയലിന്റെ കേസ് പറഞ്ഞു, ജലാറ്റിനസ് ഷീറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ബ്ലൂംസ്, പൊല്യൂട്ടഡ് വാട്ടറിൽ ബ്ലൂംസ് ഫോം ചെയ്യുന്നു. ദെൻ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന് വേണ്ടി ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മുടെ എൻസിആർടിയിൽ കൊടുത്തിട്ടുള്ള 2 എക്സാമ്പിൾ, നോസ്റ്റോക്ക് ആൻഡ് അനബീന. ക്ലിയർ? യെസ്. അടുത്തേക്ക് പോവാം. ദെൻ അടുത്തത് നമ്മൾ ഫോട്ടോസിന്തറ്റിക് കഴിഞ്ഞു. ഇനി അടുത്തത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് അല്ലെ. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് കഴിഞ്ഞു, ഇനി കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ് അടുത്തത് നമ്മൾ നോക്കേണ്ടത്. അതിന് എക്സാമ്പിൾ, അതായത് ഗ്രീൻ സൾഫർ ബാക്ടീരിയയും പർപ്പിൾ സൾഫർ ബാക്ടീരിയം, ഈ രണ്ടെണ്ണമാണ് ജസ്റ്റ് എക്സാമ്പിള്. അറിയാം, നോക്കി വെക്കുക, ആ ഡയഗ്രാംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ഓക്സിഡൈസ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് എല്ലാം ഓക്സിഡൈസ് ചെയ്തിട്ട് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള നൈട്രൈറ്റ്സ്, അമോണിയ, ഇവരിനെല്ലാം ഓക്സിഡൈസ് ചെയ്തിട്ട് ഒരു ടൈപ്പ് ഓഫ് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ആരെടുക്കുന്നു? ATP എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് ബാക്ടീരിയ എന്താണ്, കെമിക്കൽസിൽ നിന്ന് ATP പ്രൊഡക്ഷൻ നടത്തുന്നു എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അതുപോലെ തന്നെ ഇവരുടെ വേറൊരു ഫംഗ്ഷൻ, ദേ ഹെൽപ്പ് ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻ സൈക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഫോസ്ഫറസ് സൈക്കിൾ, അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ആ റീസൈക്ലിംഗ്
ന്യൂട്രിയൻസിന്റെ പ്രോസസ്സിൽ ഇൻവോൾവ്ഡ് ആകുന്നത് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. അപ്പൊ ഈ 2 പോയിന്റ്സ് ആണ് ഓക്സിഡൈസ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസിനെ ഓക്സിഡൈസ് ചെയ്ത് ATP പ്രൊഡക്ഷൻസ് നൈട്രേറ്റ്സ് അമോണിയ അതിൽ നിന്ന് അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, എനർജി റിലീസ് ചെയ്യുന്നു. ദാറ്റ് എനർജി സ്റ്റോർഡ് ഇൻ ATP പ്രൊഡക്ഷന് വേണ്ടി എടുക്കുന്നു. അതുപോലെ തന്നെ നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീസൈക്ലിംഗ് പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കീമോസിന്തറ്റിക് ബാക്ടീരിയന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. കീമോസിന്തറ്റിക്കിന് ജസ്റ്റ് അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓക്സിഡൈസേഷന്റെ കേസ്. അത് നമുക്കത് അതൊന്നേ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കീമോസിന്തറ്റിക് ഈ ഒരു കാര്യം ATP പ്രൊഡക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സോ അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വിച്ച് ബാക്ടീരിയ ആർ മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ. ആർക്കിബാക്ടീരിയം തരും ഓപ്ഷനില്, ഞാൻ ഓപ്ഷൻ തരാം കേട്ടോ. മോസ്റ്റ് അബണ്ടന്റ് ബാക്ടീരിയ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആർക്കിബാക്ടീരിയ തരും, ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ തരും, കീമോസിന്തറ്റിക് ഓട്ടോട്രോപിക് ബാക്ടീരിയ, ഹെട്രോട്രോപിക് ബാക്ടീരിയ. ഹെറ്ററോട്രോപിക് ബാക്ടീരിയ. യെസ്. അപ്പൊ ഹെട്രോട്രോപിക് ബാക്ടീരിയ ആണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. ഹെട്രോട്രോപിക് ബാക്ടീരിയസ് ആണ് മോസ്റ്റ് ധാരാളം കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചില സംഭവങ്ങൾ നമുക്ക് സൂക്ഷിച്ച് മാത്രം ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് വായിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ഹെട്രോട്രോപിക് ബാക്ടീരിയയില് മോസ്റ്റ് അബണ്ടന്റ് ഇൻ നേച്ചർ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഹെട്രോട്രോപിക് ആണ് മോസ്റ്റ് അബണ്ടന്റ്. ആർക്കിയും തന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവല്ലേ. ഇനി ദേ ആർ മെയിൻലി എന്താ, ഡീകമ്പോസേഴ്സ് ആണ്. ഹെട്രോട്രോപിക് ബാക്ടീരിയസ് ആണ് മെയിൻലി ഡീകമ്പോസേഴ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ചില ബാക്ടീരിയാസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നമുക്കറിയാം ചില ആൾക്കാര് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. നമ്മള് ഒരു പ്ലസ് ടു ഒരു ചാപ്റ്റർ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. കുറെ ബാക്ടീരിയാസ് നമുക്ക് യൂസ്ഫുൾ ആണ്, കുറെ നമുക്ക് ഹാംഫുൾ ആണ് അല്ലെ. കുറെ യൂസ്ഫുൾ ബാക്ടീരിയാസ് ആണ് നമ്മൾ അവിടെ കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമുക്കറിയാം ദേ ആർ യൂസ്ഡ് ടു മേക്ക് കർഡ് ഫ്രം മിൽക്ക് അല്ലെ. തൈര് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ബാക്ടീരിയ ആണ് അല്ലെ. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. അത് നമുക്ക് ദോഷം ചെയ്യാണോ ചെയ്യുന്നത്? അല്ല, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ശരിയല്ലേ മക്കളെ? യെസ്. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ബാക്ടീരിയാസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെ. ലെഗുമിനസ് റൂട്ട് നോഡ്യൂൾസിൽ, റൈസോബിയം പോലുള്ള പ്ലാന്റ്സിന്റെ റൂട്ട് നോഡ്യൂൾസിൽ നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിലൊക്കെ. അപ്പൊ സോ അതിനും നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയാസ് സഹായിക്കുന്നുണ്ട്. സമാർ പാത്തജൻസ് കോസിംഗ് ഡിസീസസ് അല്ലെ. ചിലത് എന്താ പറയാ നമുക്ക് ആവശ്യമില്ലാത്തതാണ് അല്ലെ, ഡിസീസ് ഉണ്ടാക്കുന്നത് രസമുള്ള കാര്യമല്ല. സോ അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അപ്പോ ബാക്ടീരിയ ഏതൊക്കെ ഡിസീസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളറ ഉണ്ടാക്കുന്നുണ്ട്, ടൈഫോയിഡ്, പ്ലാന്റ്സ് ടെറ്റനസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ പ്ലാന്റ്സില് സിട്രസ് കാങ്കർ എന്ന് പറയുന്ന അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് ഒരു ഡിസീസുകളുടെ പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പാത്തജൻസ് അതിന് ആരാണ്, നമ്മുടെ ഹെട്രോട്രോപിക് ബാക്ടീരിയ കോസിംഗ് ഡിസീസുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. ദാറ്റ് ഈസ് കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ. ഓക്കെ, ഇത്രയും അസുഖങ്ങൾ നമുക്ക് എന്താണ്, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്ന് നോക്കുക. ഇനി സാപ്രോഫൈറ്റിക് ബാക്ടീരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് റിമൈൻസ് ആണ്. അതുപോലെ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡിപ്പെൻഡ് അപ്പോൺ ലിവിങ് ഓർഗാനിസത്തിന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ടൈപ്സ് ഓഫ് ബാക്ടീരിയാസിനെയാണ് നമ്മൾ പാരസൈറ്റിക് എന്ന് പറയുന്നത്. ദെൻ സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ മ്യൂച്വലിസം അല്ലെ. റൈസോബിയം, ലെഗുമിനസ്, ഈക്കോളി എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിന്റെ അകത്താണ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഡസ്റ്റൈനകത്തൊക്കെയാണ് ഈ ഈക്കോളി ബാക്ടീരിയാസ് ജീവിക്കുന്നത്. സോ മറ്റൊരാളുടെ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയാണ് അല്ലെ. മ്യൂച്വലിസ്റ്റ് ആണ്, മീൻസ് അതിനും ബെനിഫിറ്റ് ആണ് നമുക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. സിംബയോട്ടിക് അസോസിയേഷൻ അങ്ങനത്തെ ടൈപ്സ് ഓഫ് ബാക്ടീരിയാസും ഉണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കർഡ് ഫ്രം മിൽക്ക്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗുമിനസ് റൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ സമാർ പാത്തജൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്. എന്ത് തരം അസുഖങ്ങളാണ്? അപ്പോ കോളറ ഉണ്ടാക്കാം, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ഇതുപോലെയുള്ള ഡിസീസ് ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്.
ക്ലിയർ? Clear, ma'am. യെസ്, ഓക്കെ. ദെൻ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഈ ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ് ബാക്ടീരിയാസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. ഫിഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി അവർക്ക് അണ്ടർ ഫിഷൻ ആണ് നോർമലി ഉണ്ടാകുന്നത്, ബൈനറി ഫിഷൻ എന്നൊക്കെ പറയുന്ന ആ പ്രോസസ്സാണ്. ഇനി അണ്ടർ നോർമൽ കണ്ടീഷൻസ്, അതായത് അവർക്ക് അണ്ടർ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അൺഫേവറബിൾ കണ്ടീഷനിൽ അവര് സ്പോറുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി they also reproduce by sort of sexual reproduction. സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയും അവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയതായിട്ടുള്ള ബാക്ടീരിയാസ്, അതായത് DNA ട്രാൻസ്ഫർ ചെയ്ത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഫിഷൻ ഉണ്ട്, സ്പോറുകൾ ഉണ്ടാക്കുന്നു. എപ്പോഴാണ് സ്പോർ ഉണ്ടാക്കുന്നത്? അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അവർ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയും എന്താ പറയാ, പുതിയതായിട്ടുള്ള DNA ട്രാൻസ്ഫർ ചെയ്ത് പുതിയ ബാക്ടീരിയാസിനെ ഡെവലപ്പ് ചെയ്യിക്കുന്നുണ്ട്. സോ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് അതിന്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമായി അല്ലെ, പിന്നെ അത് ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകും, ബൈനറി ഫിഷൻ. പിന്നെ സ്പോറുകൾ വെറുതെ ഇങ്ങനെ അൺഫേവറബിൾ കണ്ടീഷനിൽ സ്പോറുകൾ ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് കിടക്കും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്ത് പുതിയൊരു ബാക്ടീരിയാസ് ഉണ്ടായി വരുന്നു. പിന്നെ നെക്സ്റ്റ് വൺ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ, അതായത് നമ്മളുടെ ഓഡിബിൾ ആണോ മക്കളെ? Yes, ma'am. കേൾക്കാം. കേൾക്കാം. ഓക്കെ, അപ്പൊ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ DNA ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു ബാക്ടീരിയ, പുതിയതായിട്ടുള്ള ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജസ്റ്റ് ഈ ഒരു ബാക്ടീരിയന്റെ റീപ്രൊഡക്ഷൻ വരുന്നത്. അപ്പൊ ജസ്റ്റ് അത് അറിഞ്ഞാൽ മാത്രം മതി, റീപ്രൊഡക്ഷന്റെ കേസ് ഏതൊക്കെ, ഫിഷൻ ഉണ്ട്, സ്പോർ ഉണ്ട്, DNA ട്രാൻസ്ഫർ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ഇനി അടുത്തത് മൈക്കോപ്ലാസം. മൈക്കോപ്ലാസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ദ ഓർഗാനിസം വിത്തൗട്ട് സെൽ വാൾ. മൈക്കോപ്ലാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽ വാൾ ആണ്. അവിടെ എന്തില്ല, സെൽ വാള് ഇല്ല. സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് മൈക്കോപ്ലാസം. മൈക്കോപ്ലാസം ആണ് സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസം. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ലിവിങ് സെൽസ് നോട്ട്, ഈ ഒരു സാധനം അറിയപ്പെടുന്നത് സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് എന്നുള്ള പേരിലാണ്. ഏറ്റവും ചെറിയ ലിവിങ് ഓർഗാനിസംസ് എന്നുള്ള പേര്, അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലിവിങ് സെൽ എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്, മൈക്കോപ്ലാസം അറിയപ്പെടുന്നത്. ഇനി അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ തന്നെ അതിന് എന്ത് ചെയ്യാം, സർവൈവ് ചെയ്യാൻ പറ്റും. അതിന് വേറൊരു പേരുണ്ട്, ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ്. ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അറിയണം വിത്തൗട്ട് ഓക്സിജൻ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ ആണ് മൈക്കോപ്ലാസം. ഓക്സിജൻ ഇല്ലെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്, ജീവിച്ചു പോകുന്നുണ്ട്. ഇനി അടുത്തത് ദേ ആർ പാത്തോജനിക് ഇൻ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അല്ലെ, പ്ലാന്റ്സിലും അനിമൽസിലും ഇവരെന്താണ്, അസുഖം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അസുഖകാരികളാണ്. അപ്പൊ പ്ലാന്റ്സില് എന്താ പറയാ, അസുഖം ഉണ്ടാക്കും. അതുപോലെ അനിമൽസിൽ അസുഖം ഉണ്ടാക്കും. അനിമൽസിൽ അസുഖം ഉണ്ടാക്കുന്ന ഒരു ടേം നിങ്ങൾക്ക് PPLO കേട്ടിട്ടുണ്ടോ? അനിമൽസിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് PPLO. കേട്ടിട്ടുണ്ടോ മക്കളെ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, പക്ഷെ വ്യക്തമല്ല അല്ലെ. ലിബയാണോ പറഞ്ഞിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. യെസ്, ഓക്കെ. ഗംഗ, രണ്ടു പേരാണ് എനിക്ക് കാണുന്നത്. സോ കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേടാ. എനിവൺ? യെസ്, പോരട്ടെ. കേട്ടിട്ടുണ്ട്. ലക്ഷ്മി. യെസ്. അപ്പൊ നോക്കൂ, ഇത് നമ്മുടെ Pneumonia like organism. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പ്ലൂറോ നിമോണിയ, ഒരു നിമോണിയ പോലെയുള്ള ഒരു ഡിസീസ് ആണ് നമ്മുടെ അനിമൽസിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കണം. പ്ലൂറോ നിമോണിയോ
pneumonia like organisms. ഓക്കെ, അപ്പൊ ഈ PPLO അനിമൽസിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് PPLO. അപ്പൊ ഇത് മൈക്കോപ്ലാസം എന്ന് പറയുന്നതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് സെൽ വോൾ ആണ്, സ്മോളസ്റ്റ് ലിവിങ് സെൽ അല്ലെങ്കിൽ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. അതുപോലെ തന്നെ ദേ ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ, ഫാക്കൽറ്റേറ്റീവ് അനറോബ്സ് എന്ന് പറയാം. ദേ ആർ പാത്തോജനിക് ആണ്, അനിമൽസിനും പാത്തോജനിക് ആണ്, ആസ് വെൽ ആസ് പ്ലാന്റ്സിനും ദേ ആർ പാത്തോജനിക് ആണ്, ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഇവരുണ്ടാക്കുന്ന അനിമൽസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് PPLO, പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ്. യെസ്, ക്ലിയർ? Yes, ma'am. യെസ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. Okay, ma'am. Okay, smallest organism which cause disease among plants എന്നും ചോദിക്കും ട്ടോ ക്വസ്റ്റ്യൻ. The smallest organism which cause diseases among plants. പ്ലാന്റ്സിൽ കൂടുതലായിട്ടും ഡിസീസ് ഉണ്ടാക്കുന്ന സ്മോളസ്റ്റ് ഓർഗാനിസം എന്ന് ചോദിക്കുക. അത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് മൈക്കോപ്ലാസം. അവിടെ നമുക്ക് ഓപ്ഷൻ മൈക്കോപ്ലാസം, ഫംഗൈ, ബാക്ടീരിയ, വൈറസ് എന്ന് ചോദിക്കും. സോ ദാറ്റ് ഈസ് മൈക്കോപ്ലാസം എന്ന് നമുക്ക് അറിയണം. ഓക്കെ, സ്മോളസ്റ്റ് ഓർഗാനിസം ആണ്, കൂടുതൽ അസുഖം ഉണ്ടാക്കുന്ന ആള് മൈക്കോപ്ലാസം ആണ്. ഓക്കെ മിസ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. ആൻ ഓർഗാനിസം ഹാവിംഗ്, ജസ്റ്റ് ഒന്ന് എഴുതാം. An organism having cytoplasm, DNA and RNA, but no cell wall is ഏതാണ്? ഓപ്ഷൻ എ cyanobacteria, option B mycoplasm, option C bacteria, option D virus. Any idea? ഹരി എന്നൊരു പേര് കണ്ടല്ലോ, ഞാൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്, Mycoplasm. യെസ്, മൈക്കോപ്ലാസം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയണം ഓർഗാനിസത്തിൽ സൈറ്റോപ്ലാസം ഉണ്ട്, DNA or RNA ഉണ്ടാവും, ബട്ട് നോ സെൽ വാൾ, ദാറ്റ് ഈസ് മൈക്കോപ്ലാസം. ഓക്കെ, ഇതൊരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, ക്ലിയർ? ഓക്കെ മാം, ക്ലിയർ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചോദിക്കാം. നോസ്റ്റോക്ക് നമ്മൾ പഠിച്ചതാണ്, നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഓക്കെ, നോസ്റ്റോക്കും അനബീനയും. നോസ്റ്റോക്ക് ആൻഡ് അനബീന. Can fix atmospheric, Nitrogen. yes, atmospheric nitrogen is specialized cell. ഏതാ? known as, yes, known as കുറെ സെല്ലുകൾ തരും. കൊനീഡിയോപോസ് തരും, സൂസ്പോസ് തരും. നമ്മൾ പഠിക്കട്ടോ, കൊനീഡിയോസ്പോസ്, സൂസ്പോസ്, അപ്ലാനോസ്പോസ്, ഹെട്രോസിസ്റ്റ്. അപ്പൊ ഹെട്രോസിസ്റ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് നന്നായിട്ട് ഗോ ത്രൂ ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ വേഗം ആ ഒരു ചാപ്റ്റർ ഗോ ത്രൂ ചെയ്ത് വായിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് മൈൻഡിൽ നിൽക്കും. ഓക്കെ, Okay, ma'am. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ മുനീറ കഴിഞ്ഞു അല്ലെ? മുനീറിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ബാക്ടീരിയാസ് എല്ലാവരും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഫൈലത്തിലേക്ക്, അടുത്ത കിങ്ഡത്തിലേക്ക് പോവാം. സോറി, ഫൈലല്ലേ, കിങ്ഡം. അടുത്ത കിങ്ഡത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊട്ടിസ്റ്റ. യെസ്, റെഡി അല്ലേ പ്രൊട്ടിസ്റ്റ പഠിക്കാനായിട്ട്? ഓക്കെ,
ആഗ്നസ് മറിയ. Then നോക്കാം, പ്രൊട്ടിസ്റ്റിന്റെ കേസ് ഇറ്റ് ഇൻക്ലൂഡ്സ് സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ് അല്ലെ, സിംഗിൾ സെൽഡ് ആണ്, യൂക്കാരിയോട്സ് ആണ്. അതുപോലെ തന്നെ നോ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി, ഇവർക്ക് പ്രത്യേകിച്ചിട്ട് എന്തില്ല, വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഒന്നുമില്ല. അതുപോലെ തന്നെ ആൻസിസ്റ്റേഴ്സ് ഓഫ് ഹൈ യൂക്കാരിയോട്സ്, ഇവര് യൂക്കാരിയോട്സ് ആണ്, യൂക്കാരിയോട്സ് ആണ് ഇവരുടെ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, യൂക്കാരിയോട്സിൽ നിന്നാണ് ഇവരുണ്ടായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇവര് ലിങ്ക് വിത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, പ്ലാന്റ്സിനും അനിമൽസിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇറ്റ് ഈസ് ലിങ്ക് വിത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതുപോലെ തന്നെ ഫംഗസുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ സൈഗോട്ട് ഫോർമേഷൻ ഒക്കെ ഉണ്ട്. കണ്ടോ, റീപ്രൊഡക്ഷൻ സെക്ഷലി ഉണ്ട്, സെക്ഷലി ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂഷൻ, അത് സൈഗോട്ട് ഫോർമേഷൻ ഒക്കെ ഇതിൽ നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സം ഹാവ് സീലിയ ആൻഡ് ഫ്ലജല്ല, ഇവരുടെ മൂവ്മെന്റിന് ലൊക്കോമോഷന് വേണ്ടിയിട്ട് എന്തുണ്ട്, ഫ്ലജല്ല ഉണ്ട്, അതുപോലെ തന്നെ സീലിയ പ്രസന്റ് ആണ്. സീലിയ ഉള്ള ആൾക്കാരുണ്ട്, ഫ്ലജല്ല ഉള്ള ആൾക്കാരുണ്ട്. ആ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ ഓർ ഫ്ലജല്ല അവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ലൊക്കോമോഷൻ പോസിബിൾ ആവുള്ളൂ. യെസ്. പിന്നെ അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. പിന്നെ ഇവര് സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ്, ആൻസിസ്റ്ററിലെ മീൻസ് യൂക്കാരിയോട്സിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്ത്, യൂക്കാരിയോട്ടിക് ആൻസിസ്റ്റേഴ്സിൽ നിന്നാണ് ഇവർ കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ആരുടെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, ആരുടെ പ്രൊട്ടിസ്റ്റയുടെ കോമൺ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ നോ വെൽ ഡിഫൈൻഡ് ബൗണ്ടറി ഇല്ല. അതുപോലെ തന്നെ ദേ ആർ ഹയർ, സിംഗിൾ സെൽഡ് ആണ്, യൂക്കാരിയോട്സ് ആണ് അല്ലെ, സിംഗിൾ സെൽഡ് യൂക്കാരിയോട്സ് ആണ്. അതുപോലെ തന്നെ പ്രൊട്ടിസ്റ്റ പ്രൈമർലി അക്വാട്ടിക് ആണ്, അവര് പ്രൈമർലി അക്വാട്ടിക് ആണ്. അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ലിങ്ക് വിത്ത്, കൂടുതലായിട്ട് പ്ലാന്റ്സ്, അനിമൽസ്, ഫംഗസുമായിട്ടാണ് അവര് കൂടുതലായിട്ട് കണക്ഷൻ ഉള്ളത്. നോക്കി ഈ ഒരു ഡയഗ്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, കണ്ട, പ്രൊകാരിയോട്സ് ആണ് ഇവിടെ, യൂക്കാരിയോട്സ് ഉണ്ട്, പ്രോകാരിയോട്സ് ഉണ്ട് താഴെ. അപ്പൊ യൂക്കാരിയോട്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ട, പ്രൊട്ടിസ്റ്റ ഈ കണക്ഷൻ തന്നിട്ടുണ്ട്, അനിമേലിയ, ഫംഗസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്. ഇത് മൂന്നുമായിട്ട് എന്തുണ്ട്, അവർക്ക് കണക്ഷൻസ് ഉണ്ട്. മുകളിലുള്ള യൂക്കാരിയോട്ടിക് ആൾക്കാർക്ക് മൂന്നുമായിട്ട് കണക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. ഇനി അതുപോലെ തന്നെ ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷലി ഉണ്ട്, അസെക്ഷലി ഉണ്ട്, അതുപോലെ തന്നെ സൈഗോട്ട് ഫോർമേഷനും നടക്കുന്നുണ്ട്. അപ്പൊ പ്രൊട്ടിസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയോ? ആഗ്നസ്, യെസ്, ആഗ്നസ് ആണോ ഇപ്പൊ പറഞ്ഞാല്? കിട്ടി. ഓക്കെ. ലക്ഷ്മി കിട്ടി. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കോ, പ്രൊട്ടിസ്റ്റിന്റെ ഡിവിഷൻസ്, കിങ്ഡം പ്രൊട്ടിസ്റ്റ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം. ക്രൈസോഫൈറ്റ്സ് ആദ്യത്തെ, ഡൈനോഫ്ലജല്ലൈറ്റ്സ്, യുബ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോവൻസ്. ഇങ്ങനെ എത്ര 5 എണ്ണായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടിസ്റ്റ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലൈറ്റ്സ്, യുബ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോവൻസ്. ഇങ്ങനെ 5 ക്ലാസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു കിങ്ഡം പ്രൊട്ടിസ്റ്റനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലജല്ലൈറ്റ്സും യുബ്ലിനോയിഡ്സും, ഈ 3 ആൾക്കാർ എന്ന് പറയുന്നത് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. They are photosynthetic ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് അടുത്ത ആൾക്കാർ നമ്മുടെ സ്ലൈമോൾസ് എന്ന് പറയുന്ന ആള് സാപ്രോഫൈറ്റിക് ആണ്. ഓക്കെ, സാപ്രോഫൈറ്റിക്, സ്ലൈമോൾസ് എന്ന് പറയുന്ന ആള് സാപ്രോഫൈറ്റിക്. ഇനി അടുത്ത ആള് നമ്മുടെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്ന ആള് ഹെട്രോട്രോപിക്. ഹെട്രോട്രോപിക് ആണ്. അതുപോലെ തന്നെ പ്രെഡേറ്റർ ആയിട്ടാണ് അവര് ജീവിക്കുന്നത്. പ്രെഡേറ്റർ ആയിട്ട് ജീവിക്കും. ഹെട്രോട്രോപിക് പ്രെഡേറ്റർ ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ഇനി ഇവർ ഓരോരുത്തരിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ പ്രൊട്ടിസ്റ്റ 5 എണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജല്ലൈറ്റ്സ്, യുബ്ലിനോയിഡ്സ്, സ്ലൈമോൾസ്, പ്രോട്ടോസോവൻസ്. ക്ലിയർ? ക്ലിയർ മിസ്.
യെസ്. അപ്പൊ ആദ്യത്തെ മൂന്നാൾക്കാർ ഫോട്ടോസിന്തറ്റിക് ആണ്. സ്ലൈമോൾസ് നമുക്ക് അറിയാം അല്ലെ, പൂപ്പല് പോലത്തെ സാധനങ്ങളാണ്. സാപ്രോഫൈറ്റിക് ആണ്. ദെൻ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് പ്രെഡേറ്റർ ആയിട്ട് ഹെറ്ററോട്രോപിക് ആയിട്ടാണ് ജീവിക്കുന്നത്. ഇനി ഓരോരുത്തരിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്മള് ക്രൈസോഫൈറ്റ്സ് എന്നുള്ള ഒരു ക്ലാസ് ആണ് ആദ്യം നമ്മൾ ആ ഒരു ഡിവിഷനാണ്, പ്രൊട്ടിസ്റ്റിന്റെ ആദ്യത്തെ ഡിവിഷനാണ് പഠിക്കുന്നത്. ഈ ക്രൈസോഫൈറ്റ്സിന്റെ എവിടെയാണ് കാണുക? ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടറിൽ കാണും, അതുപോലെ തന്നെ മറൈൻ എൻവിറോൺമെന്റ്സിലും കാണും. ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് മറൈൻ എൻവിറോൺമെന്റ്. ഫ്രഷ് വാട്ടറിൽ കാണുന്നു ക്രൈസോഫൈറ്റ്സ്, അത് സെറ്റ് ചെയ്തോ, ഫ്രഷ് വാട്ടറിലാണ് ക്രൈസോഫൈറ്റ്സ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ മറൈൻ എൻവിറോൺമെന്റ്സിലൊക്കെ ക്രൈസോഫൈറ്റ്സ് കാണുന്നു. ഇനി അടുത്തൊരു കാര്യം, മൈക്രോസ്കോപ്പിക് ആണ്. അതുപോലെ തന്നെ വാട്ടർ കളർ മീൻസ് വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കും, ഫ്ലോട്ട് പാസീവ്ലി, വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്ന ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു പ്ലാങ്ക്ടൺ ആണ്, ഒരു ചെടിയാണ്, ഒരു ചെറിയ രീതിയിലുള്ള ചെടിയാണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ എന്തായിരിക്കും? ഫോട്ടോസിന്തറ്റിക് ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഇറ്റ് ഇൻക്ലൂഡ്സ് രണ്ടാൾക്കാരും കൂടി ചേർന്നിട്ടാണ്, അതായത് ഡയാറ്റംസും ഡെസ്മിഡ്സും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ എന്തുണ്ടായിട്ടത്? ക്രൈസോഫൈറ്റ്സ് ഉണ്ടായിട്ടത്. ഓക്കെ, ഡയാറ്റംസും പ്ലസ് ഡെസ്മിഡ്സ് is equal to നമ്മുടെ ക്രയോഫൈറ്റ്സ്. ഓക്കെ, അപ്പൊ ഡയാറ്റംസും ഡെസ്മിഡ്സും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. ഈ ഡെസ്മിഡ്സ് എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു പേരിലും കൂടി അറിയപ്പെടാം, ഗോൾഡൻ ആൽഗെ. മീൻസ് അവരുടെ ആ ഒരു കളറിന്റെ ബേസിസിലാണ്, ആ ആൽഗേന്റെ കളറിന്റെ ബേസിസിലാണ് അതിന് ഗോൾഡൻ ആൽഗെ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഡയാറ്റംസിന്റെ പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡെസ്മിഡ്സ് ആയിട്ടുള്ള ഗോൾഡൻ ആൽഗെ ഇവിടെ തന്നിട്ടുണ്ട്, ഗോൾഡൻ ആൽഗേന്റെ പിക്ചറും തന്നിട്ടുണ്ട്. സോ ഈ രണ്ടാൾക്കാരും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പൊ ക്രൈസോഫൈറ്റ്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ ആണ്, മറൈൻ എൻവിറോൺമെന്റിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആണ്. അവരെന്ത് ചെയ്യുന്നു? ഫ്ലോട്ടിംഗ് പാസീവ്ലി, വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക്, മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഈ ഡയാറ്റംസും ഡെസ്മിഡ്സും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ് ഉണ്ടാവുന്നത്. ഡയാറ്റംസും ഡെസ്മിഡ്സും കൂടി ചേരുമ്പോൾ. ഇനി എന്താണ് ഡയാറ്റംസ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയാറ്റംസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദേ ഹാവ് സിലീഷ്യസ് സെൽ വാൾ ആൻഡ് നമ്മുടെ ഈ സോപ്പ് ബോക്സ് രണ്ടെണ്ണമാണ്, അത് രണ്ട് പെട്ടികൾ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ, ഒന്നിന്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെക്കുന്ന ഒരു ടൈപ്പിലാണ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരിനെ നോക്കിയ ഒരു 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ്, രണ്ട് ഷെൽസ് ആണ്. ഇപ്പൊ ഇതൊരു ഷെല്ല്, ഇങ്ങനെ രണ്ട് ഷെല്ല് ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ സോപ്പ് ബോക്സ് ഒക്കെ വെക്കുന്നത് പോലെ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്താ ഫിറ്റ് ടുഗദർ ആസ് എ സോപ്പ് ബോക്സ് എന്ന് എന്നെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോപ്പ് ബോക്സ് പോലെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ സെൽ വാൾസ് സിലീഷ്യസ് ആണ്, അതുപോലെ തന്നെ എങ്ങനെയാ രണ്ടും ഓവർലാപ്പ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഡയാറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഓഷ്യൻസിൽ വളരെ ചീപ്പ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. അതായത് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലേ, പ്രൊഡ്യൂസേഴ്സ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മീൻസ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയാണ് ഇവിടെ പറയുന്നത്. ഡയാറ്റംസ് ആണ് ചീഫ് പ്രൊഡ്യൂസർ ആയിട്ട് നമ്മുടെ ഓഷ്യനിൽ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ സെൽവോൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സോപ്പ് ബോക്സ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. നമുക്ക് സെൽവോൾ ആണ് എന്താണ് സോപ്പ് ബോക്സ് അറേഞ്ച്മെന്റ്. ഓക്കെ, സെൽവോൾ ആണ് സോപ്പ് ബോക്സ് അറേഞ്ച്മെന്റ് എന്ന് പറയാം. ഇനി അടുത്തത് സെൽവോള് ഇങ്ങനെ എന്താ പറയാ, സിലിക്ക ഇങ്ങനെ മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത ഒരു ഇപ്പൊ ഇതൊരു സെൽവോൾ ആണെങ്കിൽ ഈ സെൽവോളിൽ ഇങ്ങനെ എന്താണ് സിലിക്ക ഇങ്ങനെ അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് എന്ത് വിളിക്കുന്നത്, സിലീഷ്യസ് സെൽവോൾ എന്ന് പറയുന്നത്. സിലിക്ക അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ സെൽവോളിൽ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ്, അതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്, സിലീഷ്യസ് സെൽവോൾ എന്ന് വിളിക്കുന്നത്. അപ്പോ ഡയാറ്റംസ് ഇത്രയേ ഉള്ളൂ, അതിന് സിലീഷ്യസ് സെൽവോൾ ഉണ്ട്, ആ രണ്ട് തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ സോപ്പ് ബോക്സ് അറേഞ്ച്മെന്റ്. ആൻഡ് ആൾസോ ദ ഡയാറ്റംസ് എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസർ ആണ്, നമ്മുടെ ഓഷ്യനിൽ ചീഫ് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ഡയാറ്റംസ്. അപ്പൊ ഇതിന്റെ പിക്ചേഴ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കോളൂ. ക്ലിയർ അല്ലേ മക്കളെ? ക്രൈസോഫൈറ്റ്സ് മനസ്സിലായില്ലേ? മനസ്സിലായി മിസ്. യെസ്, ഓക്കെ, ഡയാറ്റംസ് കിട്ടി. ഇനി അടുത്തത് ദ സെൽ വാൾ വാസ്
deposited the cell wall deposit of diatoms over billions of years in their habitat. അതിങ്ങനെ ജീവിക്കുന്ന സ്ഥലത്ത് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഡയാറ്റംസ് കുറെ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ, എന്താണ് അതിന്റെ യൂസേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പോളിഷിംഗ് പർപ്പസിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഓയിൽസും സിറപ്സിന്റെയും ഫിൽട്രേഷൻ പർപ്പസിന് വേണ്ടി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഡയറ്റമിഷ്യസ് എർത്ത് എന്ന് പറയുന്ന സാധനം, അതായത് കുറെ കാലങ്ങളായിട്ട് ഡയറ്റംസ് ഇങ്ങനെ അടിഞ്ഞുകൂടി ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, പോളിഷിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേറെന്താ കാര്യം, നമ്മുടെ ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്, ഓയിലിന്റെയും സിറപ്പിന്റെയും ഫിൽട്രേഷൻ ഉപയോഗിക്കാം. എന്ത് പോളിഷ് ചെയ്യാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയമണ്ട് പോളിഷിങ്ങിനാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. നമ്മുടെ NCERT-യിൽ ഒരു സെന്റൻസ് തന്നെ ഉണ്ട്, ബീയിങ് ഗ്രിറ്റി ദിസ് സോയിൽ ഈസ് യൂസ്ഡ് ഫോർ പോളിഷിംഗ് ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ് എന്നാണ് തന്നിട്ടുള്ളത്. ബീയിങ് ഗ്രിറ്റി ദിസ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഹാർഡ്നെസ് ഉള്ളതാണ്. സോ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പോളിഷിംഗ് ദ ആരിനെയായിരിക്കും, ഡയമണ്ട് പോളിഷിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ് നമ്മുടെ ഈ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഡയറ്റമിഷ്യസ് എർത്ത് എന്ന് പറയാം ആ ഒരു സോയിൽ, അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോടാ? ആഗ്നസ് മറിയ, ലക്ഷ്മി, ക്ലിയർ ആണ് മാം. അടുത്തേക്ക് പോവാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ മാം. അടുത്ത് ഓക്കെ, അപ്പൊ നമ്മളുടെ എന്ത് കഴിഞ്ഞു, നമ്മുടെ ഡയാറ്റംസ് അല്ലെ, ക്രൈസോഫൈറ്റ്സിലെ ഡയാറ്റംസ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ഡൈനോഫ്ലജെല്ലൈറ്റ്സ് അല്ലെ, ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു, നമ്മുടെ ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ആണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ഇവിടെയും ദേ ആർ മറൈൻ ആണ്. നമ്മൾ ഇവിടെ എന്താ പറഞ്ഞത്, ഫ്രഷ് വാട്ടർ ആണ് അല്ലെ, ക്രൈസോഫൈറ്റ്സ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞു, മറൈൻ എൻവിറോൺമെന്റിൽ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഡൈനോഫ്ലജെല്ലൈറ്റ്സ് മറൈൻ ആണ്, അതുപോലെ തന്നെ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. മറൈൻ ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇനി ദേ അപ്പിയർ, ഈ ഡൈനോഫ്ലജെല്ലൈറ്റ്സിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിന് പച്ച കളർ ആണെങ്കിൽ പച്ച, ചുവപ്പാണെങ്കിൽ ചുവപ്പ്, യെല്ലോ ആണെങ്കിൽ യെല്ലോ, ബ്രൗൺ ആണെങ്കിൽ ബ്രൗൺ, എന്ത് കളറിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, അതിന് അപ്പിയറൻസ് കാണിക്കാം. സോ അവര് ഈ കളേഴ്സിലൊക്കെ ദേ അപ്പിയർ ഇൻ യെല്ലോ കളറിലുണ്ടാവും, ഗ്രീൻ കളറിലുണ്ടാവും, ബ്രൗൺ, ബ്ലൂ, റെഡ്, ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെന്റ് ഇൻ ദ സെൽസ്. അവരുടെ ബോഡിയിൽ ഏത് സെൽസ് ആണോ ഉള്ളത്, ഈ ഓരോ കളേഴ്സിനും ഓരോ ടൈപ്പ് ഓഫ് സെൽസ് അവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സെൽസ്, ആ സെൽസിന്റെ ആവശ്യകത അനുസരിച്ച്, മീൻസ് സെൽസ് ഏതാണോ അവരുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കളേഴ്സ് ഒക്കെ അവർ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, യെല്ലോ കളർ ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട്, ബ്രൗൺ, ബ്ലൂ, റെഡ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെയിൻ പിഗ്മെന്റ്സ്. ഈ പിഗ്മെന്റിന്റെ ബേസിസിൽ ഈ ഒരു ആൾക്കാർ, അതായത് ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ഇത്രയും കളേഴ്സിൽ അപ്പിയറൻസ് കാണിക്കുന്നു. ഓക്കെ, ഇനി ഇവരുടെ സെൽ വാളിന്റെ പ്രത്യേകത നോക്കിയേ, സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്സ്, ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള സെല്ലുലോസ് പ്ലേറ്റോട് കൂടിയിട്ടുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. ഈ സെല്ലുലോസ് പ്ലേറ്റ്സ് ഓൺ ദ ഔട്ടർ സർഫസ്, സെൽ വാൾ ഉണ്ട്, വളരെ സ്റ്റിഫാണ്. അതുപോലെ തന്നെ അത് എവിടെയാണ്, ഈ ഔട്ടർ സർഫസിലായിട്ടാണ് ഈ ഒരു സെല്ലുലോസ് പ്ലേറ്റ്സ് കാണുന്നത്. ഓക്കെ, അപ്പൊ മറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ദെൻ അതുപോലെ തന്നെ സെൽ വാള് വളരെ അധികം സ്റ്റിഫാണ്, സെല്ലുലോസ് പ്ലേറ്റ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സെല്ലുലോസ് പ്ലേറ്റ് എവിടെയായിരിക്കും, നമ്മുടെ ഔട്ടർ റീജിയനിലാണ് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഇവരുടെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഫ്ലജെല്ല പ്രസന്റ് ആണ്, ഇവരുടെ ബോഡിയിൽ ഫ്ലജെല്ല പ്രസന്റ് ആണ്. ഈ ഫ്ലജെല്ലന്റെ പ്രത്യേകത, ഒരെണ്ണം ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡിനലി ഉണ്ടാവും, പിന്നെ ഒരെണ്ണം ട്രാൻസ്വേഴ്സ്ലി ഉണ്ടാവും. ഓക്കെ, ഇതാ ട്രാൻസ്വേഴ്സ് ഫ്ലജെല്ലി ഉണ്ട്, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്ലജെല്ലിയും കാണാനായിട്ട് പറ്റും. ഓക്കെ, രണ്ട് തരത്തിലുള്ള, അതാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു വെച്ചത്. രണ്ട് ടൈപ്സ്, ഇങ്ങനെ രണ്ട് ടൈപ്സ് പ്ലസ് പോലെയുള്ള ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, അവർക്ക് ഫ്ലജെല്ലാസ് പ്രസന്റ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡിനലും ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഫ്ലജെല്ലിയും പ്രസന്റ് ആണ്. ഈ രണ്ടും അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, മൂവ് ചെയ്യും. അങ്ങനെ അറ്റ് എ ടൈമിൽ രണ്ട് മൂവ് ചെയ്യുമ്പോഴാണ് മക്കളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഇങ്ങനെ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത്, ഫോർ ദെയർ ലോക്കോമോഷൻ അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ് പോസിബിൾ ആവുന്നത് ഈ രണ്ട് ഫ്ലജെല്ലിയും, ഈ ട്രാൻസ്വേഴ്സിലെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനലെയും രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലജെല്ലാസും അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്,
വർക്ക് ചെയ്യുന്നുണ്ടാവും. മീൻസ് രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ ബോഡി എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 flagella. One lies longitudinally and other transversely in furrow between wall plates. അപ്പൊ ഈ ഒരു റീജിയൻ ആണ്, ഇതാണ് അവരുടെ വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഫറോ പോലെയാണ് ഉണ്ടാവുക. അതിൽ നിന്നാണ് ഈ 2 ഫ്ലജല്ലാസ് എന്ത് ചെയ്യുന്നത്, റൈസ് ചെയ്യുന്നത്. ഈ ഫ്ലജല്ലാസ് ഒരേ സമയത്ത് മൂവ് ചെയ്യും. ഇനി അടുത്തത് റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ്. നമ്മൾ പറഞ്ഞു ഇതിന്റെ കളേഴ്സ് അല്ലെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെൽ. ഇതിന് കുറെ അധികം കളേഴ്സിൽ അപ്പിയറൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് അതിന് എക്സാമ്പിൾ ആണ് ഗോണിയലെക്സ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് അണ്ടർഗോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് കൂടുതൽ 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 എന്ത് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കറിയാം ദാറ്റ് ഈസ് കോൾഡ് ആസ് റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് ആണ്. സോ ഇറ്റ്സ് കളർ ഈസ് ഓൾസോ റെഡ്. റെഡ് ആണ്, അതുകൊണ്ട് അതിന്റെ കളറും റെഡ് തന്നെയാണ്. അങ്ങനെയുള്ള ആള് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ദേ റിലീസ് എ ടോക്സിൻസ്. ഈ റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് ഒരു ടോക്സിൻ റിലീസ് ചെയ്യും. ആ ടോക്സിൻ എന്ത് ചെയ്യും, ദേ കിൽ മറൈൻ അനിമൽസ് ലൈക്ക് ഫിഷസ്. മറൈൻ അനിമൽസിനെയും അതുപോലെ തന്നെ ഫിഷസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, കൊല്ലുകയാണ് ചെയ്യുക ഈ ഒരു റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സ് കാരണം. ഓക്കെ, അപ്പോ ഡൈനോ ഫ്ലജല്ലേറ്റ്സിന്റെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മറൈൻ ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, പിന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ മെയിൻ പിഗ്മെന്റ്സ് ദെയർ ഓൾ ഡിഫറെന്റ് കളേഴ്സ് അല്ലെ, കളേഴ്സിൽ കാണാൻ പറ്റും. യെല്ലോ കളറിലുണ്ട്, ഗ്രീൻ കളറിലുണ്ട്, ബ്രൗൺ, ബ്ലൂ. ഈ കളറിൽ കാണാൻ പറ്റും. ഡിപ്പെൻഡ് അപ്പോൺ ദ മെയിൻ പിഗ്മെന്റ്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സെൽ. ആ സെല്ലിൽ ഏത് പിഗ്മെന്റ് ആണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കളേഴ്സിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി ഇവരുടെ സെൽ വോൾ എന്ന് പറയുന്നത് വളരെയധികം സ്റ്റിഫാണ്. സെല്ലുലോസ് പ്ലേറ്റ് ഓൺ ദ ഔട്ടർ സർഫസ്. ഔട്ടർ സർഫസിൽ സെല്ലുലോസ് പ്ലേറ്റ് പ്രസന്റ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് 2 ഫ്ലജല്ല അല്ലെ, 2 ഫ്ലജല്ല ഉണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് ആണ്, ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. അതുപോലെ തന്നെ ഒരു ഫറോയിൽ നിന്നാണ് ഈ സംഭവം ഫ്ലജല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സിന് എക്സാമ്പിൾ ആണ് ഗോണിയലെക്സ്. ഈ ഗോണിയലെക്സ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം, അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ടേം ആണ് ഗോണിയലെക്സ് എന്ന് പറയുന്നത്. ഇത് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് റെഡ് ടൈറ്റ്സ് ഉണ്ടാക്കുന്നു. റെഡ് ടൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോലൂമിനിസെൻസ് ഉണ്ടാക്കും. ഈ പണ്ട് കാലഘട്ടത്തൊക്കെ ആൾക്കാര് നമ്മള് എന്താ പറയാ, നമ്മള് വാട്ടർ ബോഡീസ് അതായത് റിവേഴ്സിലൊക്കെ സീലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു റെഡ് കളർ ഷൈനി അപ്പിയറൻസ് കാണുന്നുണ്ടായിരുന്നു അത്ര പണ്ട് കാലത്ത്. അപ്പൊ അവര് വിചാരിച്ചത് പ്രേതമാണ്, അങ്ങനെ ജിന്നാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതല്ല, ഈ ബയോലൂമിനിസെൻസ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു ഗോണിയലെക്സ് റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് എക്സാമ്പിൾ ആണ് നോട്ടിലൂക്ക. നോട്ടിലൂക്ക എന്ന് പറയുന്ന ഒരു നോട്ടിലൂക്ക നമ്മുടെ NCERT-യിൽ ഇല്ല ഇത്. ഈ ടേം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എക്സാമ്പിൾ ഒക്കെ ചോദിക്കുമല്ലോ. അപ്പൊ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നമുക്ക് NCERT-യിൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് തന്നെ ചോദിക്കണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള ടേംസ് മേ ബി തരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നോട്ടിലൂക്ക എന്ന് പറയുന്നതാണ് നമ്മുടെ ബയോലൂമിനിസെൻസിന് കാരണം, അല്ലെങ്കിൽ ഫയർ ഓഫ് ദ ഓഷ്യൻ എന്നും കൂടി പറയും അതിനെ. ഫയർ ഓഫ് ദി ഓഷ്യൻ എന്നും കൂടി പറയും. ഓക്കെ, അപ്പൊ നോട്ടിലൂക്കയാണ് അതിന് എക്സാമ്പിൾ, ബയോലൂമിനിസെൻസ് കാണിക്കുന്നതിന് എക്സാമ്പിൾ. അപ്പൊ റെഡ് ഡൈനോ ഫ്ലജല്ലേറ്റ്സിന് ഗോണിയലെക്സ്. ഗോണിയലെക്സ് നമ്മുടെ NCERT തന്നിട്ടുള്ള എക്സാമ്പിൾ ആണ്. റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ കാണിക്കുന്നു. സോ ദ സി അപ്പിയേഴ്സ് റെഡ് ടൈറ്റ്സ്. അത് മാത്രമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടോക്സിക് സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിക് സബ്സ്റ്റൻസസ് നമ്മളുടെ മറൈൻ അനിമൽസിനെയും ഫിഷസിനെയും ഒക്കെ കൊല്ലുകയാണ് ചെയ്യുന്നത്. യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? യെസ്, ഓക്കെ. ഇനി അടുത്തത് ഞാൻ ഇതൊന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അല്ല, അടുത്ത ടോപ്പിക്കും കൂടെ പഠിച്ചിട്ട് തരാം, അതായിരിക്കും നല്ലത്. പിന്നെ അതും കൂടി ഇൻക്ലൂഡഡ്. യെസ്, നോക്കാം. അടുത്ത ടോപ്പിക്കും കൂടെ കഴിഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ തരാം, മാച്ച് ദ ഫോളോയിങ്. കാരണം ബിക്കോസ് ഇതും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആണ്, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. യെസ് മാം. യെസ്, പറയൂ. പറഞ്ഞോ കേങ്ങ, കേക്കാം. യെസ് മാം. മാം അതാ പറഞ്ഞത്. യെസ് മാം.
ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മുടെ ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു, ഡൈനോഫ്ലജറലൈറ്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് യുഗ്ലീനോയിഡ്സ്. യുഗ്ലീന നിങ്ങൾ കേട്ട് പരിചയമുള്ള സാധനമായിരിക്കും യുഗ്ലീന എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ അടുത്തത് പഠിക്കാനായിട്ട് പോകുന്നത്, യുഗ്ലീനോയിഡ്സ്. ഓക്കെ, യുഗ്ലീനോയിഡ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ് യുഗ്ലീനോയിഡ്സ്. അതുപോലെ തന്നെ ദേ ആർ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ. കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും ഈ ഒരു യുഗ്ലീന കാണാനായിട്ട് പറ്റും, യുഗ്ലീനോയിഡ്സ്. അപ്പൊ യുഗ്ലീനോയിഡ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്. ഈ ഫ്രഷ് വാട്ടർ, മറൈൻ, അതൊക്കെ ഏതാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഏതൊക്കെയാണ് മറൈൻ, ഏതൊക്കെയാണ് ഫ്രഷ് വാട്ടർ എന്നുള്ള കാര്യം. അപ്പൊ യുഗ്ലീന ഫ്രഷ് വാട്ടർ ആണ്. അതുപോലെ തന്നെ ദേ ആർ ഫൗണ്ട് ഇൻ സ്റ്റാഗ്നന്റ് വാട്ടർ ഓൾസോ. അപ്പൊ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലും കാണാനായിട്ട് പറ്റും. ഇനി ഇവരുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കേ. ഇൻസ്റ്റെഡ് ഓഫ് സെൽവോളിന് പകരം ദേ ഹാവ് പ്രോട്ടീൻ റിച്ച് ലെയർ കാൾഡ് പെലിക്കിൾ. അവരുടെ ബോഡിയിൽ സെൽവോൾ ഇല്ല. ഓക്കെ, അത് നോട്ട് ചെയ്യണം. സെൽവോൾ ഇല്ല, പകരം എന്താ ഉള്ളത്? പ്രോട്ടീൻ റിച്ച് ലെയർ ആയ പെലിക്കിൾ ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ചോദിക്കും, പ്രോട്ടീൻ റിച്ച് ലെയർ കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കഴിഞ്ഞാൽ നമുക്ക് യുഗ്ലീന ഉണ്ടാവും, നമ്മുടെ പാരമേസിയം തരും, അമീബ തരും. അപ്പൊ നമുക്ക് ഒരിക്കലും അതിൽ യുഗ്ലീന പോവില്ല. പാരമേസിയം വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരിക. അപ്പൊ യുഗ്ലീന ആണ് എന്ന് പഠിച്ചു വെക്കാം. സോ ഇൻസ്റ്റെഡ് ഓഫ് സെൽവോളിന് പകരം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെ പറയുന്ന പേരാണ് പെലിക്കിൾ. പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെലിക്കിൾ. അത് എന്തിനു വേണ്ടിയിട്ടാണ് പെലിക്കിൾ സഹായിക്കുന്നത്? ഫ്ലെക്സിബിലിറ്റി ടു ദ ബോഡി. അവരുടെ ബോഡിക്ക് ഫ്ലെക്സിബിൾ മീൻസ് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും തിരിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ് അതിന്റെ ബോഡിയിലുള്ള പെലിക്കിൾ എന്ന് പറയുന്നത്. ഈ പെലിക്കിളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ കണ്ട പെലിക്കിൾ തന്നിട്ടുണ്ട്. ഈ പെലിക്കിളുടെ സഹായത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ബോഡി മൂവ്മെന്റ്. ഇതിവിടെ ചെറിയ ചെറിയ ഇങ്ങനെ ഡോട്ട്സ് പോലെയാണ് സാധനം. ഈ പെലിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. അപ്പൊ സെൽ വാൾ ഇല്ല, പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്, പെലിക്കിൾ പ്രസന്റ് ആണ്. ഇറ്റ് ഗിവ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ ബോഡി. ഓക്കെ, അതോടുകൂടി കഴിഞ്ഞില്ല. ദേ ഹാവ് ടു ഫ്ലജല്ല. രണ്ട് ഫ്ലജല്ല ഉണ്ട്. നമ്മൾ ഒന്ന് മറ്റവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, രണ്ട് ഫ്ലജല്ല ഉണ്ട്. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലും ഒന്ന് ട്രാൻസ്വേഴ്സും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? ഡൈനോഫ്ലജല്ലേറ്റ്സിന്റെ കേസിൽ നമ്മൾ പഠിച്ചു. പക്ഷെ ഇവിടെ യുഗ്ലിനോയിഡ്സിനും രണ്ട് ഫ്ലജല്ലി ഉണ്ട്. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോർട്ടും ഒരു ലോങ്ങും ആണ്. ഒരു ചെറുതും ഒരു വലുതുമാണ് ഇവരുടെ പ്രത്യേകത. മറ്റേതിന്റെ എന്താ പറയാ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രം ദ മിഡിൽ നിന്ന് ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും ആയിരുന്നു. പക്ഷെ ഇവിടെയാണെങ്കിൽ ഷോർട്ട് ഫ്ലജല്ലി ഉണ്ട്, അതുപോലെ തന്നെ ലോങ്ങും ഉണ്ട്. ഒരു നീളം കൂടിയ ഫ്ലജല്ലി ഉണ്ട്. ഇതാ കണ്ടോ, നീളം കൂടിയ ഒരു ഫ്ലജല്ല ഇങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഫ്ലജല്ല, അത്രയേ ഉള്ളൂ, കുഞ്ഞു ഫ്ലജല്ല, ഷോർട്ട് ഫ്ലജല്ല. ഈ രണ്ട് ഫ്ലജല്ലി ഉണ്ട്. അപ്പൊ യുഗ്ലിനോയിഡ്സിന്റെ മെയിൻ പോയിന്റ്സ് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആണ്, സ്റ്റാഗ്നന്റ് വാട്ടറിൽ ഉണ്ടാവും, സെൽ വാൾ പ്രസന്റ് ആണ്, ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ റിച്ച് ലെയർ ആണ്, ആൻഡ് കോൾഡ് പ്രോട്ടീൻ റിച്ച് ലെയറിനെ വിളിക്കുന്ന പേരാണ് പെലിക്കിൾ. അതുപോലെ പെലിക്കിൾ എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഈസ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ദ ബോഡി. അതുപോലെ തന്നെ ദേ ഹാവ് ടു ഫ്ലജല്ല, രണ്ട് ഫ്ലജല്ല പ്രസന്റ് ആണ്, ഒരു ഷോർട്ടും ഒരു ലോങ്ങും. യെസ്, ക്ലിയർ അല്ലടാ? ഓക്കെ മിസ്, ക്ലിയർ. യെസ് മാം, ക്ലിയർ ആ. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ നോക്കിയാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവരിലുള്ളത്. അതില് യുഗ്ലീനിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പിക്ചർ ജസ്റ്റ് വെച്ചേ ഉള്ളൂ. മെച്ചുർ യുഗ്ലീന, ഇത് മെച്ചുർ ആയിട്ടുള്ള യുഗ്ലീനയാണ്. ഇവരുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്തു? പതുക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ദെൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിനൊപ്പം തന്നെ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്തു. സൈറ്റോപ്ലാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിഷൻ സംഭവിച്ചു. രണ്ടും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ദെൻ ടു ഡോട്ടർ യുഗ്ലീനാസ് ഉണ്ടായി വന്നു. അപ്പൊ ജസ്റ്റ് ബൈനറി ഫിഷൻ ഇൻ യുഗ്ലീന അതിന്റെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇവിടെ ഈ ഒരു പിക്ചർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബൈനറി ഫിഷൻ ഇൻ യുഗ്ലീന സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓക്കെ മാം. യെസ്. ഇനി അടുത്ത കുറച്ച് പോയിന്റും കൂടി ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് ആണ് യുഗ്ലീന. അതിന്റെ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വേണമല്ലോ എന്തായാലും. അപ്പൊ ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് സൺലൈറ്റില് ദേ ബിഹേവ് ലൈക്ക് ഹെട്രോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ അനിമൽസ്. അപ്പൊ ആബ്സെൻസ് ഓഫ് സൺലൈറ്റിൽ അവർ എന്തായിട്ട് മാറും? ഹെട്രോട്രോപ്സ് ആയിട്ട് മാറും. ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആയിട്ടും ഉണ്ട്, അതുപോലെ തന്നെ ദേ ആർ ഹെട്രോട്രോപ്സ് ആയിട്ട് മാറും. ദേ ആർ പ്രിഡേറ്റേഴ്സ്, അതർ അനിമൽസ് ആയിട്ടായിരിക്കും അവർ നിൽക്കുന്നത്.
the pigments are identical to those of higher plants. Higher plants-ലുള്ള pigments ഇവരിലും എന്തായിരിക്കും സിമിലർ ആയിരിക്കും, ഏകദേശം ഐഡന്റിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, യൂഗ്ലിനോയിഡ്സിന്റെ പിഗ്മെന്റ്സ് വിച്ച് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്നും കൂടി അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തറ്റിക് ബിഹേവിയർ കാണിക്കും, ഹെട്രോട്രോപ്സ് ആയിട്ടും ഇവർ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവരെന്തായിരിക്കും, പിഗ്മെന്റ്സ് ആർ ഐഡന്റിക്കൽ ടു ദോസ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെന്റ്സ് സിമിലർ ടു ദാറ്റ് ഓഫ് യുഗ്ലീന. അതുപോലെ തന്നെ ഈ എക്സാമ്പിൾ യുഗ്ലീനയാണ്. യുഗ്ലീനിന്റെ ജസ്റ്റ് ഇതാ ഈ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കുഞ്ഞു ടൈപ്സ് ഓഫ് യുഗ്ലീനാസിന്റെ പിക്ചേഴ്സ്. അപ്പൊ യുഗ്ലീനിന്റെ പിടികിട്ടിയില്ലേ, മനസ്സിലായില്ലേ? ഫ്രഷ് വാട്ടർ ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, പെലിക്കൽ, ഹെൽപ്സ് ഫോർ ഫ്ലെക്സിബിൾ, 2 ഫ്ലജെല്ല ഉണ്ടെന്ന് പറഞ്ഞു, ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറഞ്ഞു, ഹെട്രോട്രോപ്സ് ആണെന്ന് പറഞ്ഞു. യുഗ്ലിനോയിഡ്സിന് എക്സാമ്പിൾ യുഗ്ലീന. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എക്സാമ്പിൾ പഠിക്കാൻ പറ്റും. യെസ് ലക്ഷ്മി, കിട്ടിയോ? കിട്ടി. കിട്ടി. നെക്സ്റ്റ് വൺ സ്ലൈം മൗൾസ്. അടുത്ത ആളാണ് നമ്മുടെ സ്ലൈം മൗൾസ്. നമ്മൾ പറഞ്ഞ 3 ആൾക്കാരും അല്ലേ ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു. ഫോട്ടോസ് ഡൗട്ട് ഉണ്ടോ? ഒരാൾ എന്തോ പറഞ്ഞല്ലോ, തൻസി. തൻസി, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോളെ? നോ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ 3 പറഞ്ഞു അല്ലെ, ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലജല്ലൈറ്റ്സും യുഗ്ലിനോയിഡ്സ്. ആ 3 ആൾക്കാരെയാണ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞത് അല്ലെ. ദേ ആർ ഫോട്ടോസിന്തറ്റിക് എന്ന് നമ്മൾ പറഞ്ഞു. ആ 3 ആൾക്കാരും ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പൊ അവരുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളെ സ്ലൈം മോൾസ് ആണ്. അപ്പോ സോ ദേ ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റയാണ് സ്ലൈം മോൾസ് എന്ന് പറയുന്നത്. അപ്പൊ കിങ്ഡം പ്രൊട്ടിസ്റ്റയിലുള്ള ആൾക്കാരാണല്ലേ ഇവരൊക്കെ. അത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അത് വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മാം. യെസ്, ഓക്കെ. അപ്പൊ കിങ്ഡം പ്രൊട്ടിസ്റ്റയില് നമ്മൾ പഠിക്കുന്ന 4ാമത്തെ ആളാണ് സ്ലൈം മൗൾസ് എന്ന് പറയുന്ന ആള് അല്ലെ. സ്ലൈം മൗൾസ് എന്ന് പറയുന്നത് എന്താ? സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റയാണ്, സാപ്രോഫൈറ്റിക് ആണ്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ്, ലീവ്സ്, എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പൊ ഇവര് എവിടെയൊക്കെയാണ്? ഡീക്കേയിങ് ട്വിഗ്സില്, ലീവ്സ്, എൻഗൾഫിംഗ് ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഭയങ്കര മോയിസ്ചർ കണ്ടീഷനിലൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവും, നിൽക്കുന്ന ആൾക്കാരാണ് ഈ സ്ലൈം മോൾസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം പൂപ്പലുകൾ, ഈ പൂപ്പലുകൾ എവിടെയൊക്കെയുള്ള ഉണ്ടാവുക നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലെ. സോ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ദേ ഫോം അഗ്രിഗേഷൻസ് അല്ലെ. അഗ്രിഗേഷൻസ് ഉണ്ടാക്കും. അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രെഡിൽ ചെറുതായിട്ടൊരു പൂപ്പൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദാറ്റ് ഈസ് എന്തായിരിക്കും, ആദ്യം ചെറിയൊരു പൂപ്പലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും അല്ലെ. ഒരു ദിവസം നോക്കുമ്പോൾ കുഞ്ഞിതുണ്ടാവുള്ളൂ, പിന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ എന്തായിരിക്കും, എല്ലായിടത്തും അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടാവും. സോ അവർക്ക് സ്യൂട്ടബിൾ കണ്ടീഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ ഫോം അഗ്രിഗേഷൻ കൂടുതൽ ഉണ്ടാവുന്നു. ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇതാണ് അതിന്റെ ഒരു ഡയഗ്രാം. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് നമ്മുടെ എൻസിആർടിയിലുള്ള സെയിം ഡയഗ്രാം തന്നെയാണ്. ദാറ്റ് ഈസ് പ്ലാസ്മോഡിയം. ഇനി ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ്സ് ആൻഡ് ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു പ്ലാസ്മോഡിയം എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു ദിസ് വൺ ഈസ് ദ പ്ലാസ്മോഡിയം അല്ലെ. ഈ പ്ലാസ്മോഡിയം എന്തായിരിക്കും, അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്നതാണ്. അത് സ്യൂട്ടബിൾ കണ്ടീഷനിൽ ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യും. കണ്ടോ, ഇതുപോലെ ഒരു ഫ്രൂട്ടിംഗ് ബോഡീസ് ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ എന്ത് ചെയ്യും, ഒരു സ്പോറുകൾ ഉണ്ടാവും. അതിന്റെ ടിപ്പില് സ്പോറുകൾ ഡെവലപ്പ് ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡീസിന്റെ ടിപ്പിൽ ഇതുപോലെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവുന്നത്. അതിന്റെ ടിപ്പിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്പോറുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സ്പോർസിന് നല്ല ട്രൂ വാൾസ് ഉണ്ടാവും. ഓക്കെ, ട്രൂ വാൾസ് ഉണ്ടാവും. അപ്പൊ ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അഗ്രിഗേറ്റ് ചെയ്ത്, സ്യൂട്ടബിൾ കണ്ടീഷൻ ആകുമ്പോൾ അഗ്രിഗേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യുന്നു, പ്ലാസ്മോഡിയം ഉണ്ടാക്കുന്നു. അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവുന്നു. ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഔട്ടർ ട്രൂ വാൾസ് ഒക്കെ ഉള്ളൊരു സബ്സ്റ്റൻസസ് ആണ്. അത് അതിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസ് ഹൈലി റെസിസ്റ്റന്റ്, സർവൈവ് ഫോർ മെനി ഇയേഴ്സ്. എത്ര വർഷം വേണമെങ്കിലും അതെന്ത് ചെയ്യും, സുഖമായിട്ട് ജീവിക്കും. സ്പോർസ് വളരെ ട്രൂ വാൾസ് ഉണ്ട്. അതുപോലെ തന്നെ
നല്ല രീതിയിൽ തന്നെ അത് എന്ത് ചെയ്യുന്നു, ജീവിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ സ്പോർസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. എയറിന്റെ കറൻസ്, ശക്തമായ എയർ കാരണം എന്ത് ചെയ്യുന്നു, ഈ സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്ത് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഹെപ്ലോയിഡ് സ്പോർസ് ആയിരിക്കും ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഗാമേറ്റ്സ് ഉണ്ടാവുന്നു. ആ ഗാമേറ്റ്സിൽ നിന്ന് പുതിയതായിട്ടുള്ള എന്തുണ്ടാവും, പുതിയതായിട്ടുള്ള ഈ ഒരു ജീവി ഉണ്ടാവാൻ പ്ലാസ്മോഡിയം സൈഗോട്ട് ഉണ്ടാവുന്നു. ഗാമേറ്റ്സിൽ നിന്ന് സൈഗോട്ടിൽ നിന്ന് പ്ലാസ്മോഡിയം പുതിയതായിട്ട് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഫേവറബിളും അൺഫേവറബിൾ കണ്ടീഷൻസിലും എന്താണ് ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ സ്ലൈമോൾസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റയാണ്. കൂടുതലായിട്ട് അവിടെ ഡിക്കേറ്റ് ട്വിക്സ്, ലീവ്സ്, എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽസ് ആണ്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ കണ്ടീഷൻ ആകുമ്പോൾ ദേ ഫോം അഗ്രിഗേഷൻസ്. ഓക്കെ, സ്യൂട്ടബിൾ കണ്ടീഷനിൽ അവർ അഗ്രിഗേറ്റ് ചെയ്ത് ഒരു പ്ലാസ്മോഡിയം ഫോം ചെയ്യും. ഇതാണ് പ്ലാസ്മോഡിയം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. കുറെ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഈ കുഞ്ഞ് ഇത്രയല്ല, ഇത് ഇങ്ങോട്ട് നീണ്ട് ഇങ്ങനെ വലുതായി എത്ര വേണമെങ്കിലും മാക്സിമം വലുതായി പോകുന്നു. ദെൻ അൺഫേവറബിൾ കണ്ടീഷനിൽ അതെന്ത് ചെയ്യുന്നു, പ്ലാസ്മോഡിയം ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യുന്നു. ആ ഫ്രൂട്ടിംഗ് ബോഡിയിൽ എന്തുണ്ടാവും, സ്പോറുകൾ ഉണ്ടാവും. ആ ഫ്രൂട്ടിംഗ് ബോഡിന്റെ ടിപ്പിലായിട്ട് സ്പോറുകൾ കാണാൻ പറ്റും. ആ സ്പോറിന് എന്താ ഒരു പ്രത്യേകത, ട്രൂ വാൾസ് ഉണ്ടാവും. നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വാൾസ് ഉണ്ടാവും. ദാറ്റ് വാൾസ് റെസിസ്റ്റ് ചെയ്യും. ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളിലെയും എന്ത് ചെയ്യുന്നു, അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറെ വർഷങ്ങളോളം അത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ അതുപോലെ തന്നെ സ്പോർസ് എങ്ങനെയാണ് പോകുന്നത്, ഡിസ്പേഴ്സ് ചെയ്യുന്നത് ബൈ എയർ കറന്റ്. ശക്തമായ കാറ്റിലൂടെയാണ് ഈ സ്പോർസ് എന്ത് ചെയ്യുന്നത്, ഡിസ്പേഴ്സ് ആയി പോകുന്നത്. ഈ സ്പോർ ഇറ്റ് ഈസ് എ ഹാപ്ലോയിഡ് സ്പോർ ആയിരിക്കും. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N അല്ലെ, N നമ്പർ ഓഫ് ക്രോമസോംസ് ആണ്. ഹാപ്ലോയിഡ് സ്പോർസ് ഡിസ്പേഴ്സ് ചെയ്തു. ദെൻ അത് ഗ്യാമേറ്റ്സ് ഫോം ചെയ്തു. ദെൻ ഫ്യൂഷൻ നടന്നു, സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് പിന്നെ ദെൻ അഗെയിൻ ഒരു കംപ്ലീറ്റ് പ്ലാസ്മോഡിയം ആയിട്ട് മാറി. ഓക്കെ, ഇതാണ് സ്ലൈമോഡ്സിന്റെ ഒരു കണ്ടീഷൻസ്. ക്ലിയർ ആയോടാ? യെസ് മിസ്. യെസ്, ഓക്കെ. ഇനി അടുത്തത് നമുക്ക് സ്ലൈമോൾസ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ പ്രൊട്ടിസ്റ്റിന്റെ അടുത്ത ആളാണ് നമ്മുടെ ആരാ, പ്രോട്ടോസോവൻസ്. ഓക്കെ, പ്രോട്ടോസോവൻസ് ആണ് അടുത്ത ആള് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പ്രോട്ടോസോവൻസും എന്ത് തന്നെയാണ്, ഹെട്രോട്രോപ്സ്. പ്രോട്ടോസോവൻസ് ഓൾസോ ഹെട്രോട്രോപ്സ് ആണ്. അത് പ്രെഡേറ്റർ ആയിട്ടും കാണാൻ പറ്റും, അതുപോലെ തന്നെ പാരസൈറ്റ്സ് ആയിട്ടും കാണാൻ പറ്റും. ഓക്കെ, പ്രെഡേറ്റർ ആയിട്ടും കാണാൻ പറ്റും, പാരസൈറ്റ്സ് ആയിട്ടും കാണാൻ പറ്റും. ഇനി ദേ ആർ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് അനിമൽസ്. അവര് ഏകദേശം ആരുമായിട്ട് റിലേറ്റഡ് ഉള്ള ആൾക്കാരാണ്, അനിമൽസുമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോസോവൻസിൽ 4 ടൈപ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അനിമൽസ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ 4 ടൈപ്സ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ ആളാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പരിചയം വരുന്നുണ്ടോ? യെസ്, എന്താ ഒരു പരിചയമാണ് വരുന്നത്? അമീബ. യെസ്, അമീബ ലൈക്ക് അല്ലെ. അമീബ ലൈക്ക് ആണ് ഈ അമീബോയിഡ് പ്രോട്ടോസോവൻസ്. അമീബന്റെ പ്രത്യേകത എന്താ? പ്രോപ്പർ ആയിട്ട് ഷേപ്പ് ഉണ്ടോ അമീബയ്ക്ക്? ഇല്ല, ഇംപ്രോപ്പർ ഷേപ്പ് ആണ്. ഇല്ല, യെസ്, ഇംപ്രോപ്പർ ഷേപ്പ് ആണ്. അതുപോലെ തന്നെ അമീബയ്ക്ക് ഒരു ഫോൾസ് ഫീറ്റ് ഉണ്ട് അല്ലെ. ഫോൾസ് ഫീറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സ്യൂഡോപോഡിയ എന്ന് വിളിക്കുന്നു. ഈ സ്യൂഡോപോഡിയന്റെ സഹായത്താലാണ് അമീബ എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റും ഫുഡ് ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ 4 ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോസോവൻസിൽ ആദ്യത്തെ ആളാണ് അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ്. ഫ്ലജെല്ലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ എന്ത് പ്രസന്റ് ആയിരിക്കും, ഫ്ലജെല്ല പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് അതിന് എക്സാമ്പിൾസും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ്. അത് കഴിഞ്ഞ് സ്പോറോസോവൻസ്. അപ്പൊ ഇത്രയും ആൾക്കാരനെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അമീബോയിഡ് പ്രോട്ടോസോവൻസ് നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഇറഗുലർ ഷേപ്പ് ആണ്. അതിന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്യൂഡോപോഡിയ ആണ്. അതിന് സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞാൽ ഫോൾസ് ഫീറ്റ് ആണ്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ലോക്കോമോട്ടറി ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചർ ഒന്നുമില്ല. സ്യൂഡോപോഡിയ എന്ന് പറയുന്ന ഒരു ഇങ്ങനെ നീളം കൂടിയൊരു സ്ട്രക്ചർ, ഒരു ഫോൾസ് ഫീറ്റ് കൊണ്ടാണ് അത് മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ ഈ അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻഡമീബ എന്നുള്ളൊരു പാരസൈറ്റ് ആണ് അമീബോയിഡ് പ്രോട്ടോസോവൻസിന്റെ എക്സാമ്പിൾ.
ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ പറയാം. ഇനി ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവും? അതിന്റെ ലോക്കോമോട്ടറി സ്ട്രക്ചർ, ആ പേര് തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഫ്ലജല്ല അല്ലെ. ഫ്ലജല്ല എന്ന് പറയുന്ന ഒരു ലോക്കോമോട്ടറി സ്ട്രക്ചർ അതിന് പ്രസന്റ് ആയിരിക്കും. ഈ ഫ്ലജല്ല ഇതും എന്തായിരിക്കും? ഒരു പാരസൈറ്റിക് ഫോം ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. പാരസൈറ്റിക് ഫോം ആയിട്ടായിരിക്കും ഈ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ് കാണുന്നത്. പാരസൈറ്റിക് ഫോംസ് ആയിട്ടാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ ഇത് എന്താ പറയാ, നമ്മുടെ ഒരു അസുഖം ഉണ്ടാക്കും. ദാറ്റ് ഈസ് സ്ലീപ്പിംഗ് സിക്നസ് എന്നൊരു അസുഖം. ട്രിപ്നോസോമയാണ് ഇതിന് എക്സാമ്പിൾ. സ്ലീപ്പിംഗ് സിക്നസ് എന്നൊരു അസുഖം ഉണ്ടാക്കും. ദെൻ അടുത്ത് നമ്മുടെ സീലിയേറ്റഡ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? സീലിയ അല്ലെ. ആ ഒരു ടേമിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, സീലിയ പ്രസന്റ് ആയിരിക്കും സീലിയേറ്റഡ് പ്രോട്ടോസോവൻസില്. ഇവരുടെ ബോഡി നമുക്ക് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസിന് പാരമീസിയം ആണ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്ത സ്പോറോസോവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ഒരു പ്രത്യേകത? ലോക്കോമോട്ടറി സ്ട്രക്ചർ ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ലോക്കോമോട്ടറി സ്ട്രക്ചർ ആബ്സെന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ ബോഡിയിലുള്ള സ്പോർ, അതാണ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സ്പോർ, ഇതിന്റെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു സ്പോറുകൾ ഉണ്ട്, അതാണ് എന്തുണ്ടാക്കുന്നത്? ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇൻഫെക്ഷ്യസ് സ്റ്റേജസ് ഉണ്ടാക്കുന്നത് സ്പോറുകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോട്ടോസോവൻസിന്റെ ഹെറ്ററോട്രോപ്സ് ആണെന്ന് പറഞ്ഞു. ഒന്നിലെ പ്രഡേറ്റേഴ്സ് അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിട്ട് കാണുന്നു. ഇത് റിലേറ്റഡ് ടു, അതായത് അനിമൽസുമായിട്ട് വളരെ സാമ്യമുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് 4 ഗ്രൂപ്പാണുള്ളത്: അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ്, സ്പോറോസോവൻസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അമീബോയിഡ് ഫ്രഷ് വാട്ടറിൽ കാണുന്നു, സീ വാട്ടറിൽ കാണുന്നു, മോയിസ്റ്റ് സോയിലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അമീബ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഫ്രഷ് വാട്ടറിൽ ഉണ്ടാവും, സീ വാട്ടറിൽ ഉണ്ടാവും, മോയിസ്റ്റ് സോയിലിൽ ഉണ്ടാവും. ഓക്കെ, അമീബ ഫ്രഷ് വാട്ടറിൽ, സീ വാട്ടറിൽ, മോയിസ്റ്റില്. അപ്പോ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. അമീബ എന്ന് തന്നിട്ട് ജസ്റ്റ് ഫ്രഷ് വാട്ടറോ സീ വാട്ടറോ അങ്ങനെ 3ഉം ഉണ്ടാവും. 3ഉം മാച്ച് ചെയ്യാൻ അറിയണം. ഇനി ദേ മൂവ് ആൻഡ് ക്യാപ്ചർ പ്രേ ബൈ പുട്ടിങ് സ്യൂഡോപോഡിയ അല്ലെ. നമ്മൾ പറഞ്ഞു ഫോൾസ് ഫീറ്റിന്റെ സഹായത്തോടു കൂടിയാണ് അതെന്ത് ചെയ്യുന്നത്? പ്രേനെ എടുക്കുന്നത് അല്ലെ, ഫുഡ് എടുക്കുന്നത്. ഇനി മറൈൻ ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദ സർഫസ്. അവരുടെ ബോഡി സർഫസില്, മറൈൻ ഫോംസിന്റെ ബോഡി സർഫസില് സിലിക്ക ഷെൽസ് പ്രസന്റ് ആണ്. ഇനി പാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണെങ്കിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്നാണ് അതിന്റെ ഫുൾ നെയിം. അപ്പൊ സം ആർ പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു. അമീബോയിഡ്, പാരസൈറ്റിക് അമീബോയിഡിന്റെ എക്സാമ്പിൾ ആണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. എൻഡമീബ എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്യൂഡോപോഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിൽ, സീ വാട്ടറിൽ, മോയിസ്ചറിൽ കാണാൻ പറ്റുന്നു. ഫോൾസ് ഫീറ്റ് ഉണ്ട്, അതിന്റെ സഹായത്തോടു കൂടിയാണ് ഫുഡ് എടുക്കുന്നത്. മറൈൻ ഫോംസില് സിലിക്ക ഷെൽസ് പ്രസന്റ് ആണ് അവരുടെ സർഫസിൽ, ബോഡി സർഫസിൽ. ഇനി സമാർ പാരസൈറ്റ്സ് ആണ് ഇവര്, പാരസൈറ്റ് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. ഓക്കെ, അമീബോയുടെ പാരസൈറ്റ് മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലജലേറ്റഡ്. അതെ അതെ അതെ, ജസ്റ്റ് നിങ്ങൾ ബുക്കിൽ എൻഡ് അമീബ മാത്രമേ തന്നിട്ടുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇത് +2 സിലബസിൽ വരുന്നോണ്ട് ചോദിച്ചാ. ആ അതെ അതെ, +2 നമുക്കുണ്ട് ഒരു ചാപ്റ്ററിൽ. നമ്മൾ +1 ജസ്റ്റ് എൻഡ് അമീബ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ എത്തുമ്പോഴത്തേക്ക് ഹിസ്റ്റോളിറ്റിക്ക കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തായാലും മീറ്റിംഗ് രണ്ടും പഠിക്കണതുകൊണ്ട് പേരൊന്നും അറിഞ്ഞു വെക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? യെസ്, ഗംഗ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയിലേക്ക് പോവാം. ഫ്രീ ലിവിംഗ് ആണ്. അതുപോലെ തന്നെ അതിന് എന്താ പാരസൈറ്റിക് ആയിട്ടും കാണാൻ പറ്റും. ഫ്ലജലേറ്റഡ് ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്ക് അറിയാം, ദേ ഹാവ് ഫ്ലജല്ല പ്രസന്റ് ആണെന്ന് നമുക്കറിയാം. ഇനി പാരസൈറ്റിക് ഫോമില് ഇവര് ഒരു ഡിസീസ്, സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ട്രിപ്നോസോമ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ. പാരസൈറ്റിക് ആയ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവയാണ് ഈ ഒരു സ്ലീപ്പിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞാൽ മതി, അത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുകയുള്ളൂ. സ്ലീപ്പിംഗ് സിക്നസ്, അതിന്റെ നേരത്തെ ട്രിപ്നോസോമ എന്ന് മാച്ച് ചെയ്താൽ മതി. ഈ 3 പോയിന്റ്സ് മാത്രം മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് നമുക്കറിയാം ഫ്ലജല്ല പ്രസന്റ് ആണ്. അതുപോലെ തന്നെ
എന്താ പറയാ സ്ലീപ്പിംഗ് സിക്നസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്നു. ട്രിപ്നോസോമാണ് എക്സാമ്പിൾ. ഫ്രീ ലിവിംഗ് ആണ്, പാരസൈറ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി അത്രയുള്ള ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവന്റെ കേസ്. ഇതുണ്ടോ, അതിന് ലോങ് ആയിട്ടുള്ള ഫ്ലജെല്ല പ്രസന്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം ആ പേര് തന്നെ ഒരു അനിമൽസ് ആണ്, അതിന്റെ പേര് തന്നെ നമുക്ക് കിട്ടും എന്താണെന്നുള്ളത്. അപ്പൊ സീലിയ പ്രസന്റ് ആണ്. ദേ ആർ അക്വാട്ടിക് ആണ്, ആക്റ്റീവ്ലി മൂവ്മെന്റ് എന്താ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സീലിയ. ദിസ് വൺ ഈസ് സീലിയ. നമ്മള് പാരമേസിയം പഠിച്ചിട്ടുണ്ടാവും അല്ലെ, പാരമേസിയം ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ പാരമേസിയത്തിന്റെ ദീസ് കുഞ്ഞു 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 ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് നമ്മളുടെ സീലിയ എന്ന് പറയുന്നത്. ഇവർക്ക് ഇവരുടെ മൂവ്മെന്റിന് ലൊക്കോമോഷന് സഹായിക്കുന്നത് സീലിയ ആണ്. സോ അക്വാട്ടിക് ആണ്, ആക്റ്റീവായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്, സീലിയ പ്രസന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ദേ ഹാവ് എ ക്യാവിറ്റി. ഇവരുടെ ബോഡിക്ക് അകത്ത് ഒരു ക്യാവിറ്റി ഉണ്ട്. ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് ഗള്ളറ്റ് അല്ലെ. ഇവിടെ ആയിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിനെ നമ്മൾ ഗള്ളറ്റ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ഓപ്പൺ ഔട്ട് സൈഡ്, ഇത് പുറത്തേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിനുള്ളിലേക്കാണ് എന്താണ് ആ ഒരു സംഭവം പുറത്തേക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഫുഡൊക്കെ എൻ്റർ ചെയ്യുന്നു, ഫുഡ് വാട്ടർ ഒക്കെ എൻ്റർ ചെയ്യുന്നു. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് സീലിയ, ഈ സീലിയ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വാട്ടർ വിത്ത് ഫുഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഗള്ളറ്റ്. ഈ ഗള്ളറ്റിനകത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡും വാട്ടറും ഒക്കെ ഉള്ളിലേക്ക് കയറുന്നു. എക്സാമ്പിൾ പാരമേസിയം. അപ്പൊ സീലിയ കുറേ ഉള്ളത് ഏത് ലിവിങ് ഓർഗാനിസം ആണ്, നമ്മുടെ പാരമേസിയം. നമുക്ക് എല്ലാവർക്കും അറിയാം, സീലിയന്റെ സഹായത്തോടു കൂടിയാണ് പാരമേസിയം മൂവ് ചെയ്തു പോകുന്നത്. ഇനി അവരുടെ ബോഡിയുടെ പ്രത്യേകത, ഒരു ഗള്ളറ്റ് ഉണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റി എപ്പോഴും ഓപ്പൺ ആയിട്ടായിരിക്കും കിടക്കുന്നത്. ഈ സീലിയന്റെ മൂവ്മെന്റിനനുസരിച്ച് വാട്ടറും ഫുഡും ആ ഗള്ളറ്റിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പാരമേസിയം. അപ്പൊ സീലിയേറ്റഡ് പ്രോട്ടോസോവ കിട്ടിയോ? കിട്ടിയില്ലേ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് വൺ നമ്മുടെ ആരാണ്, നമ്മുടെ പ്രോട്ടിസ്റ്റിന്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ പ്രോട്ടോസോവൻസ് അല്ലെ. പ്രോട്ടോസോവൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അതിൽ സ്പോറോസോവൻസ് എന്നാണ് അവരുടെ പറയുന്നത്, അറിയപ്പെടുന്നത്. ദേ ഹാവ് സ്പോർ, ഈ പേര് തന്നെ അറിയാം, സ്പോർ ലൈക്ക് സ്റ്റേജസ് ഇൻ ദയർ ലൈഫ് സൈക്കിൾ. അവരുടെ ലൈഫ് സൈക്കിളിൽ സ്പോറുകൾ ഉണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ പ്ലാസ്മോഡിയം ഫാൾസിപ്പാറ. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട പരിചയം ഉണ്ടോ മക്കളെ? ആ, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ അല്ലെ, അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഇതിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരുന്നുണ്ട്, പ്ലാസ്മോഡിയം ഫാൾസിപ്പാറം. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. അത് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡേഞ്ചറസ് മലേറിയൽ പാരസൈറ്റ്. ഓക്കെ, ഫാൾസിപ്പാറം. മലേറിയ, അതെ അതെ. അപ്പൊ ഈ പ്ലാസ്മോഡിയം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. ദാറ്റ് ഈസ് മലേറിയൽ പാരസൈറ്റ്, ഇറ്റ് കോസ് മലേറിയ. അപ്പൊ ഇവരുടെ സ്പോർ ലൈക്ക് സ്റ്റേജ് ആണ്, വളരെയധികം ഡേഞ്ചറസ് ഇവരുടെ ലൈഫ് സൈക്കിളില്. അതെന്ത് ഉണ്ടാക്കുന്നു, ജസ്റ്റ് മലേറിയ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് അത് +2 അതിന്റെ ഹോസ്റ്റും മറ്റേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ അവിടെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ സ്പോറോസോവൻസിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ക്രൈസോഫൈറ്റ്സ് പഠിച്ചു, ഡൈനോഫ്ലജെല്ലൈറ്റ്സ് പഠിച്ചു, യുഗ്ലിനോയിഡ്സ് പഠിച്ചു, സ്ലൈം മോൾസ്, പ്രോട്ടോസോവൻസ്, ഫംഗൈ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇനി ഞാൻ മാച്ചിൽ ഫോളോയിങ് തരാം. ഡൈനോഫ്ലജെല്ലൈറ്റ്സ്, അടുത്ത ബി, സ്ലൈം മോൾസ്, diatoms, euglenoids. Next, cell wall contains silica. Proteinaceous cell wall.
lax through cell wall. Stiff cellulose plant present in cell wall. Just ഒന്ന് മാച്ച് ചെയ്തേ. ടെസ്റ്റ് കിട്ടുന്നുണ്ടോ നോക്കാം. AS Yes, okay. AS B slime molds. C dia C CP DQ. Yes, കിട്ടിയോ? കിട്ടി മിസ്. ആദ്യത്തെ Yes, രണ്ടെണ്ണം ചെറിയൊരു കൺഫ്യൂഷൻ അപ്പൊ വന്നു, ഇത് പക്ഷെ ബാക്കി രണ്ടും okay. അത് നമ്മൾ ഇതിന് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അതായത് നമുക്ക് അറിയാവുന്നത് ആദ്യം ചെയ്യാം, അതൻ നമുക്ക് ബാക്കി കിട്ടും. എന്തായാലും അറിയാവുന്നത് ഫസ്റ്റ്, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഫസ്റ്റ് ചെയ്തു പോവാം. മാച്ച് ദ ഫോളോയിങ്സ് ഒക്കെ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറിയാവുന്ന സെന്റൻസ് നോക്കിയിട്ട് ദെൻ അതർ നന്നായിട്ട് വായിക്കുക. അപ്പൊ ഇതിൽ അറിയാവുന്നത് ആദ്യം ചെയ്യാം, പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അടുത്തത് കിട്ടും. ഓക്കെ, അപ്പൊ ഈ പഠിച്ചതിൽ Okay, miss. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ എന്തായാലും ടൈം അടുത്തു. സോ നമ്മളുടെ ഇന്ന് പഠിച്ചതെല്ലാം ക്ലിയർ ആയില്ലേ? യെസ്, ക്ലിയർ ആണ് മിസ്. yes ma'am ഓക്കെ. clear ആണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു.